Good morning everyone. Welcome to Editorial Malayalam channel. This is Rindu Sebastian and welcome to the Hindu editorial analysis of 14th November 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരുപാട് താമസിച്ചില്ല, 8 മിനിറ്റ് ലേറ്റാണ്. നമ്മൾ ഇന്ന് ലേറ്റ് ആവാൻ ഒരു കാര്യമുണ്ട്. 2 ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടൻ്റ്. ഏത് ആർട്ടിക്കിൾ എടുക്കുമെന്നുള്ളവർക്ക് ആദ്യം ഞാനൊരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്തു, അതിനെപ്പറ്റി അനലൈസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം മറ്റേ ആർട്ടിക്കിളാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. ആർട്ടിക്കിൾ വന്ന് 2 ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ആർട്ടിക്കിൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വൊക്കാബുലറി ഫസ്റ്റ് ആർട്ടിക്കിളിൽ വളരെ കുറവാണ്, എന്നാലും രണ്ടാമത്തെ ആർട്ടിക്കിൾ വൊക്കാബുലറി ഉണ്ട്, ബട്ട് 2 ആർട്ടിക്കിളിൻ്റെയും ഇമ്പോർട്ടൻസ് ഉള്ള ആർട്ടിക്കിളാണ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും ഉള്ള സെഷനാണ്. മൺഡേ ടു സാറ്റർഡേയ്സ് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യും, എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾസിലെ വൊക്കാബ് ആൻഡ് റീഡിങ് എബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. അപ്പം ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ റീഡിങ് എബിലിറ്റിയും നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസും നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും എല്ലാം കൂടെ നമ്മൾ ഇവിടെ ഒറ്റയടിക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണിത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ? വീക്കെൻഡൊക്കെ ഉഷാറായിരുന്നു? എല്ലാവർക്കും സുഖമായിട്ട് പോയോ? കാര്യങ്ങളൊക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് തുടങ്ങാം, താമസിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 2 പറയാം ഏതൊക്കെയാണ്, എന്നിട്ട് നമുക്ക് നേരെ പോകട്ടോ. അപ്പം ഇന്ന് വന്ന് ഒരു ആർട്ടിക്കിൾ ഇസ് അബൌട്ട് വാട്ടർ കൺസംഷൻ. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ കൺസംഷൻ, ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ അവൈലബിലിറ്റിയെ പറ്റി ഒരു അനാലിസിസ് എടുത്തിട്ട് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സിലെയും വാട്ടർ ലെവലിലെ കാര്യത്തെ പറ്റി പറഞ്ഞു. നോർത്തിൽ നോർമലായി പറയുന്ന ഒരുപാട് സ്റ്റേറ്റിൽ വളരെ കുറവാണ് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നമുക്കത് ഇനിയുള്ള കാലം അറിയാം, മഴയൊക്കെ കഴിഞ്ഞു, ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ സമ്മർ വരാൻ പോകണം. വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ പീരീഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര കണ്ട് നമ്മൾ പ്രിസർവ് ചെയ്യണം വെള്ളം എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിളിന് വന്നിട്ടുണ്ട്. സോ അറിയാം, എനിത്തിങ് റിലേറ്റഡ് ടു റിസോഴ്സസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തവണ. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. ആർട്ടിക്കിൾ റീഡിങ് കോംപ്രഹെൻഷൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ആർട്ടിക്കിളാണ്. ഡേറ്റ് ഉണ്ട് കുറച്ച്, അതാണ് ആർട്ടിക്കിൾ ഫസ്റ്റ് ആർട്ടിക്കിൾ. രണ്ടാമത്തെ ആർട്ടിക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ രാജീവ് ഗാന്ധി അസസിനേഷനെ സംബന്ധിച്ച് അവിടെയുള്ള പ്രിസണേഴ്സിനെ നേരത്തെ പ്രിമച്വർ റിലീസിനെ പറ്റി, അവരുടെ റിമോഴ്സ്, അവർക്ക് അവരുടെ എന്താ പറയുക, കുറ്റം ചെയ്തതിൻ്റെ ആ ഗിൽറ്റി കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ റിഗ്രറ്റ് കാരണം അവരെ നേരത്തെ വിട്ടയക്കുന്നതിനെ പറ്റിയുള്ളൊരു ആർട്ടിക്കിളാണ്. അതിനെപ്പറ്റി ഒരു അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ. ആദ്യം വിചാരിച്ച് കുഴപ്പമില്ല, അത് ഇച്ചിരി പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആണ്, അത് നമുക്ക് വേണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും മറ്റതിനേക്കാളും കുറച്ചൊരു പ്രയോറിറ്റി അതിന് വരുന്നുണ്ട്. വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വീണ്ടും ടച്ച് ചെയ്യുന്നു. സോ ആ ആർട്ടിക്കിളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും താമസിപ്പിക്കേണ്ട, നേരെ ആർട്ടിക്കിളിലോട്ട് പോകും. അപ്പം നിങ്ങൾ എല്ലാവരും ഉഷാറാണ്, കാര്യങ്ങളൊക്കെ സെറ്റായി പോകുന്നല്ലോ, എല്ലാവരും ഉഷാറൊക്കെ ആണല്ലോ അല്ലേ? യെസ്, ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് 24/7 മലയാളം ചാനൽ. നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തുടങ്ങി. ഇന്നത്തെ കോട്ട് ഇതാണ്: ഓൾ ഓഫ് us do not have equal talent, but all of us have an equal opportunity to develop our talents. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ടാലൻ്റ് ഒന്നുമല്ല. എൻ്റെ കഴിവായിരിക്കില്ല നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കഴിവായിരിക്കില്ല എൻ്റെ കഴിവ്, അല്ലേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവായിരിക്കും. പല മേഖലയിലായിരിക്കും നമ്മൾ ശോഭിക്കുന്നത്. പക്ഷേ അത് എങ്ങനെയായിരിക്കും, നമുക്ക് പലർക്കും പല കഴിവാണെന്ന് വിചാരിച്ച് അതുകൊണ്ടല്ലേ പലരും പല ജോലി എടുക്കുന്നത്, അല്ലേ? പലർക്കും പല രീതിയിലുള്ള ലൈഫ് നമ്മൾ ആക്സസിബിൾ ആക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ടാലൻറ്റ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഒരു വേക്കൻസി, ഇപ്പോൾ നമ്മളിപ്പോൾ കോമ്പറ്റീവ് എക്സാമിനെ പറ്റി എടുക്കുവാണെങ്കിൽ ഒരു വേക്കൻസി വരാണത് എല്ലാവർക്കും ഓപ്പൺ ആണ്, അല്ലേ? അത് എങ്ങനെ ആ ഓപ്പർച്യൂണിറ്റി മുതലെടുക്കണം, യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കും. അവിടെ ആ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ആ ടാലൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ബോൾ നമ്മുടെ കോട്ടിൽ തന്നെയാണ്, പക്ഷേ തീരുമാനിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്, ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു പാടാണ്. സോ മൂവിങ് ഓൺ. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ iOS-ലും അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അഡാ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഏത് എക്സാമിനാണ്. അപ്പോൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കേരള എക്സാംസ് എടുക്കാം. അപ്പോൾ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടും, കറണ്ട് അഫയേഴ്സ് കിട്ടും, ബുള്ളറ്റിൻ പോയിൻറ്റ്സ് ആയിട്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ കണ്ടൻറ്റ് ഒക്കെ കിട്ടുന്ന എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. അപ്ഡേറ്റഡ് ആയിട്ടുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കാരണം ഇപ്പോഴത്തെ കോമ്പറ്റീവ് എക്സാംസുകൾക്ക് ഹൈലി അപ്ഡേറ്റഡ് കാൻഡിഡേറ്റ്സിനെ മാത്രം മതി ജോലിക്ക്. അപ്പോൾ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണാത്തൊരു ചാനൽ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. SSCയുടെ ക്ലാസ്സുകൾ, ബാങ്കിൻ്റെ, അതുപോലെ ഇൻഷുറൻസിൻ്റെ ക്ലാസ്സുകൾ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCAയുടെ ക്ലാസ്സുകൾ,
അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സും കേരള PSC KS എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റിക്കറൻ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കാണുമ്പോൾ നമുക്ക് എക്സാം അനാലിസിസ്, PYQ സെഷൻസ്, അതുപോലെ എഡിറ്റോറിയൽ സെഷനുണ്ട്, കറണ്ട് അഫെയർസ് സെഷനുണ്ട്, എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. Well, let's start with our idioms, phrases, one words, etc. ഇത് കുറച്ച് idioms and phrases, one words ഒക്കെ ഉള്ളൂ. അത് replenishable. replenish ചെയ്യുക കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? റിന്യൂ ചെയ്യുക, റീഫിൽ ചെയ്യുക എന്നാണ് replenish ചെയ്യുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അല്ലേ? നമ്മൾ പറയാറുണ്ട് 3R യൂസ് ചെയ്യണം എന്ന് പറയാം. റിന്യൂ, റിഡ്യൂസ് ആൻഡ് റീയൂസ്. യെസ് അല്ലേ, ആ സാധനം. അപ്പോൾ ഈ റിപ്ലനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ റിന്യൂ ചെയ്യാമെന്നാണ്. അപ്പോൾ റിപ്ലനിഷബിൾ ആണ്. റിപ്ലനിഷബിൾ ABLE വാക്കുകൾ, BLE വാക്കുകൾ കണ്ട് ഓർത്തണം. ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. റിപ്ലനിഷബിൾ എന്നാൽ റിന്യൂവബിൾ റിസോഴ്സസ് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ റിപ്ലനിഷബിൾ എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ഓർ that can be renewed or replenished. replenish ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ പറ്റുന്ന തന്നെ നമുക്ക് വിളിക്കാം replenishable. വൺ വേർഡ്സ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ് കേട്ടോ ഇത്. അടുത്തത് ക്യാരി ഔട്ട് ചെയ്യുക. ക്യാരി ഔട്ട് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കാണല്ലോ. ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുക. ഹൂ ക്യാരിഡ് ഔട്ട് അല്ലെ, ഹ്യൂ ക്യാരിഡ് ഔട്ട് ദിസ്, ഇതാരാ നടത്തിയത്, നടത്തിയെന്നൊക്കെ ചോദിക്കാറില്ലേ. സോ ക്യാരി ഔട്ട് ചെയ്യാമെന്നാൽ ഇത്രേ ഉള്ളൂ, കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക. ഒരു കാര്യം നടത്തുക അല്ലെ, ക്യാരി ഔട്ട് ചെയ്ത് നടത്തുക അല്ലെ. ക്യാരി ഔട്ട് നമ്മൾ ക്യാരി ഓൺ പറയില്ല, കണ്ടിന്യൂ എന്ന് പറയാറുണ്ട്. ക്യാരി ഓൺ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ക്യാരി ഔട്ട് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓർത്ത് വെച്ചോണേ. ഓക്കെ ക്ലിയർ ആണല്ലോ, അവിടം വരെ ക്ലിയർ ആണല്ലോ. യെസ്, ഓക്കെ. അടുത്ത് കം അബൌട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കം അബൌട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഹാപ്പൻ അല്ലെങ്കിൽ നടക്കുക, ഒരു കാര്യം സംഭവിക്കുക, അതിനാണ് കം അബൌട്ട് എന്ന് പറയാം കേട്ടോ. കം അബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ചെയ്യുക അല്ലെങ്കിൽ ഒക്കർ ചെയ്യുക എന്നുള്ളതാണ്. ഓർത്ത് വെച്ചോണം. കം അബൌട്ട്, ഹാപ്പൻ ഓർ ഒക്കർ. ഓൾ റൈറ്റ്. അടുത്ത് നോക്കിക്കേ, അടുത്ത് ആക്ട് അപ്പോൺ അറിയാലോ. ഒരാൾ പറയുന്നതനുസരിച്ച് അതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ട് അപ്പോൺ. ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ ലൈൻ വിത്ത്, ആക്ട് ഇൻ ലൈൻ വിത്ത് അല്ലെ, ഒരു കാര്യത്തോട് ചേർന്ന് ഒബേ ചെയ്ത് പോകുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ആക്ട് അപ്പോൺ മീൻസ് കംപ്ലൈ വിത്ത്, ഒരു കാര്യം ഫോളോ ചെയ്ത് അതിനെ പാലിച്ച് ചെയ്യുന്ന, അതിനാണ് ആക്ട് അപ്പോൺ. ഒരു ഫോർമൽ യൂസേജ് ആണ് ആക്ട് അപ്പോൺ. ദ കോർട്ട് ആക്റ്റഡ് അപ്പോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റഡ് അപ്പോൺ ദ കേസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഫോളോഡ് ദ കേസ്, അങ്ങനെ സംതിങ്. അപ്പം ആക്ട് ഇൻ ലൈൻ വിത്ത് അല്ലെങ്കിൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് എന്നൊക്കെയാണ് ആക്ട് അപ്പോണിൻ്റെ മീനിങ്. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ഫോളോ, ഒബൈ, കംപ്ലൈ വിത്ത്, അഡ്ഹിയർ ടു എന്നൊക്കെ പറയാം കേട്ടോ. അതൊക്കെ ഓർത്ത് വെച്ചോളാം. അതാണ് ആക്ട് അപ്പോൺ എന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ്. പിന്നെ കേട്ട് പരിചയം ഉണ്ടായിരിക്കും ഈ പറയുന്ന മൂവീസിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ കേട്ട് പരിചയമുള്ള ഒരു കോമൺ യൂസേജാണ് ഷാപ്പറോൺ. കേട്ടിട്ടുണ്ടോ? ഷാപ്പറോൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ എസ്കോർട്ട് ചെയ്യുന്ന, നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ആളില്ലേ, അവരാണ് ഷാപ്പറോൺസ് എന്ന് വിളിക്കുക. വൺ ഹു ലുക്സ് ആഫ്റ്റർ or accompanies another person or a group of person. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയോ അല്ലെങ്കിൽ ഒരാളെയോ നോക്കുന്ന, ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അക്കംപനി ചെയ്യുന്ന ആളെ നമ്മൾക്ക് വിളിക്കാം ഷാപ്പറോൺ എന്ന് വിളിക്കാം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളാം. ഷാപ്പറോൺ ആരാണ്? ഈ ഷാപ്പറോൺ എന്ന വാക്ക് ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ. ദ ഗവൺമെൻറ് കെയിം അബൌട്ട് വിത്ത് എ ന്യൂ സ്ട്രാറ്റജി വിച്ച് റീപ്ലനിഷബിളോ, അവിടെ വേർബ് എവിടെയാടാ ഷമാസേ? വിച്ച് ഈസ് റീപ്ലനിഷബിൾ അല്ലെങ്കിൽ അല്ലെ സ്ട്രാറ്റജി അല്ലേ? അപ്പോൾ വിച്ച് ഈസ് റീപ്ലനിഷബിൾ കൊടുക്കണം കേട്ടോ. അവിടെ തൊട്ട് മുമ്പുള്ള ആൻറ്റിസെൻ്റ് നോക്കുക. വിച്ചിൻ്റെ തൊട്ട് മുമ്പുള്ള ആൻറ്റിസിഡൻറ്റ് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കടാ. വിച്ച് ഈസ് റിപ്ലനിഷബിൾ കേട്ടോ. നൗഡേയ്സ് പ്ലാസ്റ്റിക് കവേഴ്സ് ആർ നോട്ട് പ്രിഫറബിൾ സിൻസ് ദേ ആർ നോട്ട് replenishable. Yes, very good. The building is not in replenishable condition. Okay, that's great. Jinu, good morning. Nandana, good morning. Okay. അതുപോലെ നന്ദീഷ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഞാൻ പറയുന്നില്ല. ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ്. യെസ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഇന്നത്തെ ഫ്രേസൽ വേർബ്സ് ആൻഡ് വൺ വേർഡ്സ് മറക്കണ്ട. റിപ്ലനിഷബിൾ, ക്യാരി ഔട്ട്, കം അബൌട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ഇന്ന് ആകെപ്പാടെ പുതിയതായിട്ട് വന്നേക്കുന്ന ഷാപ്പറോൺ ആൻഡ് ആക്ട് അപ്പോൺ ആൻഡ് റിപ്ലനിഷബിൾ ആണ് അല്ലേ. റിപ്ലനിഷബിൾ നിങ്ങൾക്ക് അറിയാം, കോമൺ യൂസേജ് ആണ്. അല്ലാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആക്ട് അപ്പോൺ ആൻഡ് ഷാപ്പറോൺ ഓർത്ത് വെച്ചോളാം. ആൻഡ് മൂവിങ് ടു വേർഡ്സ്, മറ്റ് വേർഡ്സിലോട്ട് നമുക്ക് പോകാം കേട്ടോ. ഓൾ റൈറ്റ്. എന്താ പ്രശ്നം പറ്റി? Okay. The MPC spearheaded by the RBI governor on behalf of other 6 members turned out to be a diligent initiative fostering conservation of replenishable resources. All right, that's great. MK Stalin carries out the incremental developments which are recently cropping up in Tamil Nadu. Great. തമിഴ്നാടുവിന് എൻഡ് ക്യാപിറ്റൽ കൊടുക്കണം. തമിഴ്നാടു രണ്ടിതാണ് അല്ലേ, അത് ഓർത്തോണേ. അപ്പോൾ മൂവിങ് ഓൺ, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ, നമ്മുടെ ശിശുദിനം, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസം അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഡബിൾ വാലിറ്റി ഓഫർ ഉണ്ട്. അടേ നിങ്ങളുടെ കൂടെ ചേർന്ന് നമ്മുടെ ചിൽഡ്രൻസ് ഡേ നമുക്ക് ആഘോഷിക്കാം. നമ്മുടെ ഉള്ളിലൊക്കെ ശിശുക്കൾക്കൊക്കെ വേണ്ടിയുള്ളൊരു ദിവസമാണ്, ആഘോഷിക്കാനുള്ള ദിവസമാണ് അല്ലേ. അപ്പം
ഹാപ്പി ചിൽഡ്രൻസ് ഡേ എവറി വൺ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് 17% ഡിസ്കൗണ്ട് കൂടാതെ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് നമ്മുടെ മഹാപാക്കിനും ടെസ്റ്റ് പാക്കുകൾക്കൊക്കെ. അപ്പോൾ ഇന്ന് മഹാപാക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓർ ടെസ്റ്റ് പാക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ ഡേ. ഡബിൾ വാലിഡിറ്റി ഓഫറിൽ 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ഡബിൾ വാലിഡിറ്റി ഓഫറിൽ നമുക്ക് മഹാപാക്കിന് പ്രത്യേകം വെച്ചാൽ പ്രീമിയം കോഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടും. ടെസ്റ്റ് സീരീസ് കിട്ടും, ഇ ബുക്സ് എല്ലാം ഒറ്റ പാക്കിൽ കിട്ടുവാണ്. അത് മഹാപാക്കുകളുടെ പ്രത്യേകത. സോ Y314 കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ SSC GD ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നവംബർ 14 ഫോഴ്സിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ, അതായത് ഇന്ന് കേട്ടോ, സോറി നവംബർ 14 എന്ന് പറയുമ്പോൾ ഞാൻ ഡേറ്റ് മറന്നു. അപ്പോൾ ഇന്നാണ് ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ, അതായത് സെൻട്രൽ ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മൾ പറയില്ലേ പോലീസ് ഓഫീസേഴ്സിൻ്റെ ജോബാണ് അത്. SSC നടത്തുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ 10th ലെവൽ ക്വാളിഫിക്കേഷൻ മതി. അപ്ലൈ ചെയ്യാൻ ഇനിയും ഡേറ്റ് ഉണ്ട്. നവംബർ 30 ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓരോ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റുക. ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടേതാക്കി മാറ്റുക ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അത് ഓർത്തോളാം. അതുപോലെ SSC CGL എക്സാംസ് ഒക്കെ വരികയാണ്, പഠനമൊക്കെ സെറ്റായി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. പഠനം ഇനി ഒന്നും ആവാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. 50 days ക്രാഷ് കോഴ്സ് ഉണ്ട്. ഒക്ടോബർ 31 തുടങ്ങിയതാണ്. നമുക്കിനിയും മുമ്പിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 20 ദിവസം നമ്മുടെ മുമ്പിൽ എന്തായാലും ഉണ്ട്. അപ്പം അത് നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കാം. ഓക്കെ. പിന്നെ പഠനം അല്ലാതെ നല്ല തകൃതിയായി നടക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രഷപ്പ് ചെയ്യാൻ ഈവനിങ് സെഷനിൽ നമ്മുടെ പ്രാക്ടീസ് സെഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. 24/7 മലയാളം ചാനൽ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ക്വസ്റ്റൻസ്, PYQ സെഷൻസ് അങ്ങനെയുള്ളതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. യു ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു പോളിഷ് യുവർ നോളജ്. നിങ്ങളുടെ നോളജ് എന്ത് ഭാഗത്താണോ, എവിടെയാണോ നിങ്ങൾ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് ഭാഗത്താണോ ആ ഭാഗം ഒന്ന് പോളിഷ് ചെയ്ത് വെക്കോളാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ കോഴ്സിന് പർച്ചേസ് ചെയ്യുമ്പം കോഡ് മറക്കണ്ട, Y314. മൂവിങ് ഓൺ പീപ്പിൾ ടു അവർ വേർഡ്സ്. അപ്പോൾ ആദ്യത്തെ വേർഡ് ഇതാണ്, ഡിസ്ഇൻസെൻറ്റിവൈസ് ചെയ്യാം. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് അല്ലേ, നമ്മുടെ ഒരു എൻഡോവ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാധനം ബോണസ് അങ്ങനെ കാര്യം ബൂസ്റ്റ് ഒക്കെ പറയും, അതിനാണ് ഇൻസെൻറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഡിസ്ഇൻസെൻറ്റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്കറേജ് ചെയ്യുക. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ഇൻസെൻറ്റിവൈസ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഡിസ്ഇൻസെൻറ്റിവൈസ്, ഡിസ് എപ്പോഴും ഞാൻ നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നെഗറ്റീവ് പ്രിഫിക്സ് ആയ ഡിസ്ഇൻസെൻറ്റിവൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻസെൻറ്റീവ് എടുത്ത് മാറ്റുകയാണ്. ദാറ്റ് മീൻസ് ഡിസ്കറേജ് സംവൺ, അല്ലെങ്കിൽ ആക്ട് ആസ് എ ഡിറ്ററൻറ്റ്, ഒരു ഡിറ്ററൻ്റ് ആയിട്ട് നമ്മളെ ഡിലേ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുവാണെങ്കിൽ ദാറ്റ് ഇസ് ഡിസ്ഇൻസെൻറ്റിവൈസ്. ആക്ട് ആസ് എ ഡിറ്ററൻറ്റ് അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക, ഡിസ്വേഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഡിസ്ഇൻസെൻറ്റിവൈസ്. ഓർത്ത് വെച്ചോണം കേട്ടോ, ദാറ്റ് ഇസ് ഡിസ്ഇൻസെൻറ്റിവൈസ്. അടുത്തത് മാർജിനൽ. ഒരു ചെറിയൊരു മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, മാർജിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് തീരെ സൈഡിലോട്ട് നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് മാർജിനൽ എന്ന് പറഞ്ഞാൽ. ഓർത്തോണം, മാർജിനൽ മീൻസ് മൈനർ അല്ലെങ്കിൽ സ്ലൈറ്റ്, സ്മോൾ, ടൈനി, ഇൻസിഗ്നിഫിക്കൻറ്റ്, അൺഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയും. വളരെ മാർജിനൽ ഡിഫറൻസിനാണ് എനിക്ക് എക്സാം ലിസ്റ്റ് കയറാൻ പറ്റാതെ പോയി എന്നൊക്കെ പലരും പറയുന്നേക്കാം. വളരെ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഒക്കെ പറയും. ഈ പറഞ്ഞ സയൻസ് സബ്ജക്ട്സ് എടുത്തവർക്കറിയാം, ലാബിലൊക്കെ മാർജിനൽ വേരിയേഷനിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വാല്യൂ ഒക്കെ മാറിപ്പോകുന്നൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, മാർജിനൽ വേരിയേഷൻസ്. അപ്പോൾ ദാറ്റ് ഈസ് മാർജിനൽ. മാർജിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ലേ, സൈഡിലോട്ട് ചേർന്ന്, അപ്പോൾ ചെറുതായിട്ടൊരു ചെറിയൊരു വേരിയേഷനെയാണ്, ചെറുതാണ് ആ ചെറിയൊരു ഘടകം, അതിനെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. മാർജിൻ നൗൺ ആണ്, മാർജിനൽ ഇറ്റ്സ് അഡ്ജക്റ്റീവ്. ഓർത്തണം. AL വാക്കുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കൂടുതലും നോർമൽ 90% ഓഫ് AL വാക്കുകൾ വന്നാലും നമുക്ക് പറയാം അത് അഡ്ജക്റ്റീവായിട്ട് വരുന്നതാണ്. അങ്ങനെയാണ്. ഓക്കെ. അബ്നോർമൽ, മാർജിനൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, മിനിമൽ, ഒറിജിനൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ നെക്സ്റ്റ് വൺ ഇസ് അറിഡ്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ക്ലൈമറ്റിനെ പറ്റി പറയുന്നതാണ് അരിഡ് ക്ലൈമറ്റ് ആണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അരിഡ് ഇസ് യൂഷ്വലി നമ്മൾ ക്ലൈമറ്റിനോട് ചേർന്ന് പോകുന്ന ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഡ്രൈ, നല്ല എന്താ പറയുക, ഉണങ്ങിയ എന്നുള്ള അവസ്ഥ പറയും അല്ലേ, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് എന്ന് നമ്മൾ പറയും, പാച്ച്ഡ് അല്ലെങ്കിൽ സ്കോച്ച്ഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം. അത് മാത്രമല്ല, അറിഡിന് വേറൊരു ഉണ്ട്, നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനും അറിഡ് എന്ന് പറയാം. ലൈക്ക് ബിഹേവിയർ അല്ല, മൂഡ്, ലൈക്ക് മൂഡ്. ടെമ്പറമെൻറ്റിന് പറയാം, ലൈക്ക് ഡ്രയറി, വളരെ ഡള്ളായിട്ടുള്ള, ഡ്രാബ്, ഭയങ്കര എന്താ പറയുക, അൺഎന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, ഇനാക്റ്റീവ് ആയിട്ടുള്ള എന്നും അറിഡിന് പറയാം കേട്ടോ. ഓർത്തോളം, ക്ലൈമറ്റ് ഓൾവേസ് റിലേറ്റഡ് ടു മൂഡ് ആണല്ലോ. ക്ലൈമറ്റ് എപ്പോഴും നമ്മൾ മൂഡുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ ദാറ്റ്സ് വൈ നമ്മളെപ്പോഴും പറയുന്നത് ഐ എം എ ബിറ്റ് അണ്ടർ വെതർ എന്നൊക്കെ നമ്മൾ പറയും. അതൊരു ഇഡിയമാണ്. എന്തുകൊണ്ട് ഐ എം എ ബിറ്റ് അണ്ടർ വെതർ ടുഡേ, ഐ ഫീൽ എ ബിറ്റ് അണ്ടർ വെതർ ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ചെറിയൊരു ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് മൂഡ്. ക്ലൈമറ്റും മൂഡും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. സോ ഓർത്തോണം, അരിഡ് എന്ന വാക്കിന് ഡ്രൈ, ഓർത്തോണം ഡ്രൈ എന്ന അർത്ഥമാണ്. അതേപോലെ ഡ്രൈ ആയിരിക്കുമ്പോൾ ഇറ്റ്സ് ഡൾ എന്നൊരു അർത്ഥത്തിലും ഉണ്ട്. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ അവസ്ഥയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ്
അല്ലാത്തൊരു എന്താ ഡെസേർട്ടിലൊക്കെ ഭയങ്കര ഡൾ മൂഡ് എന്നൊക്കെ പറയില്ല, ആ ഒരു അർത്ഥം ഓർത്താൽ മതി. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ലൈവിലുള്ള പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായിക്കേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. പകുതി ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാൻ തോന്നിയുള്ളൂ, അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ അല്ലേ, കൊള്ളാം. He did not carry out his promise to us. That's great. ഞങ്ങളുടെ ദിവസമല്ലേ എടാ, കുട്ടികളുടെ സ്റ്റുഡൻസ് ഡേ അല്ല ഇത്. സ്റ്റുഡൻസ് ഡേ അല്ലെങ്കിൽ ആസ്പിറൻസ് ഡേ അല്ല ഇത്, ചിൽഡ്രൻസ് ഡേ ആണ്. എന്താ ചെയ്യുക? ഓക്കെ, ശിശുദിനം. The government is going to come out with new policy. Yes. I repeal my passport which is renewable. Okay, I cancel my passport എന്ന രീതിയിൽ അല്ലേ. The actor comes to the program with his chaperones. Okay, the quality of soil must be replenished for agriculture purposes, otherwise it will be a threat in the coming days. That's great. Sanil, that's great. My clumsy mind, ഇപ്പോൾ നിങ്ങൾ റെക്കറൻ്റ് ആയിട്ട് വരുന്നല്ലോ, സനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ, മുങ്ങാറാണല്ലോ, എന്ത് പറ്റി? ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണുന്നുള്ളൂ. My clumsy mind desensitized me from sorting out on my books on my table. That's great. Replenishable source of energy has been increased popularity. Okay, has been increased popularity increase ചെയ്യപ്പെട്ടു ഇല്ല, അവിടെ പാസിവൈസേഷൻ വേണ്ട കേട്ടോ. പാർവതി ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ. റിപ്ലനിഷബിൾ സോഴ്സ് ഓഫ് എനർജി ഹാസ് ഇൻക്രീസ് പോപ്പുലാരിറ്റി, അതിന് പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഹാസ് ഇൻക്രീസ് പോപ്പുലാരിറ്റി ഡ്യൂ ടു ദി ഡിപ്ലീഷൻ ഓഫ് ഫോസിൽ ഫ്യൂൽ ആണോ? ഡ്യൂ ടു ദ ഡിപ്ലീഷൻ ഓഫ് ഫോസിൽ ഫ്യൂൽ. എന്തിൻ്റെ ഓഫ് വേണ്ടേ? അവിടെ ഓഫ് വേണേ, പ്രിപ്പോസിഷൻ കൊടുക്കണേ. അതുപോലെ തന്നെ ഹാസ് ബീൻ വേണ്ട, ഹാസ് ഇൻക്രീസ്ഡ് മതി കേട്ടോ. യെസ്, natural resources are replenishable. That's great. He went on disincentivizing and no one in the family could replenish his orthodox beliefs. That's great. I lost a job after the interview because of marginal difference from the cutoff. That's great. Yes, let's move. The plants that grown in arid regions require small amount of water compared to other plants. That's great. BCCI president made a citation after this fiasco in the T20 World Cup that the personnel will conduct a perfunctory meeting in order to analyze the foregone performance and devise a plan for forthcoming what? Avada prashna undu vinu. Forthcoming is adjective. Forthcoming forthcoming match, forthcoming event, something like that. Avada oru noun inde avashyam undu alle, adonnu kodutholla. For is a preposition. Forthcoming what? ഫോർ എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന നൗണിനോ പ്രൊനൗണിനോ ആണ്. അപ്പോൾ നൗൺ അവിടെ വേണമല്ലോ, ഈവൻറ്റ് കൊടുക്കാൻ മറക്കല്ലേ. യെസ്, ഗുഡ് മോർണിംഗ് ശരത്. യെസ്, മാച്ച്. സോ നീ കൊടുത്തിട്ടുണ്ട് താഴെ ഇപ്പോൾ കണ്ടേ. ഹവ മോളെ ഗുഡ് മോർണിംഗ്. ദർ ഹാസ് എ മാർജിനൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹർ കണ്ടീഷൻ. ദാറ്റ്സ് ഗ്രേറ്റ് സെൻറ്റൻസ്. ദാറ്റ്സ് ഗ്രേറ്റ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് കൊള്ളാം. ദീപ്തി ഗുഡ് മോർണിംഗ്. ഹി ഓൺസ് എ സ്മോൾ മാർജിനൽ ബിസിനസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓ, ചിൽഡ്രൻ ആണോ? ഇനി കൊള്ളാം. മനസ്സിൽ ഞങ്ങളെല്ലാം ചിൽഡ്രൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡെസ്പൈറ്റ് ഷേഗേഴ്സ് malicious approach to Sneha, she was under scornful grief since his words reflected a disincentive element. All right, that's great. Let's carry out the program as a grand one. That's great, Seva. Your arid approach to everything is untenable. That's great. അപ്പോൾ ഫോർഗോൺ അടുത്ത് നമ്മുടെ വിനു എല്ലാ ഇതും കൂടെ ഒരുമിച്ച് എടുത്തു. പെർഫെക്റ്റ് ഒക്കെ എഴുതിയിട്ട് കണ്ടില്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ വിത്ത് ഫോർഗോൺ. എന്താ ഫോർഗോൺ? കഴിഞ്ഞു പോയൊരു കാര്യം, പാസ്റ്റ് ആണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇറ്റ്സ് ഫോർഗോൺ. ലെറ്റ്സ് ഫൊർഗെറ്റ് ഇറ്റ്. ഇറ്റ്സ് ഫോർഗോൺ എന്ന് കേട്ടിട്ടില്ലേ. സോ ഫോർഗോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ്, കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ ഫോമർ, ഏർലിയർ, പ്രീവിയസ്, പ്രയർ എന്നൊക്കെയാണ് അർത്ഥം. കേട്ട് പരിചയമുണ്ടായിരിക്കും അല്ലേ. ഫോർ എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ ഓൾറെഡി പാസ്റ്റ് റിലേറ്റഡ് ആണ്. പ്രീ എന്ന അർത്ഥത്തില്ല ഫോർ പറയാം. FOR. ഈ ഫോർഗോൺ ഇസ് ലൈക്ക് പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അനശ്വരത്തെ എല്ലാ ദിവസവും 8:30 മണിക്കാണ് കേട്ടോ ക്ലാസ്. എല്ലാ ദിവസവും നമുക്ക് 8:30 മണിക്ക് ഈ സമയത്ത് 8:30 മണിയാകുമ്പോൾ ഞാൻ വരും. 8:30 to 9 വരെ നമുക്ക് എഡിറ്റോറിയൽ സെഷൻ ഉണ്ട്. വൊക്കാബുലറി പഠിക്കാം, വിശേഷങ്ങൾ പങ്കുവെക്കാം, ആൻഡ് ആർട്ടിക്കൽ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്ത് ഡിസ്കസ് ചെയ്തു പോകും. യെസ്, 8:30 നമ്മുടെ സമയം. അടുത്ത പെർഫങ്ക്ടറി. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്, ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കൊന്നുമല്ല. പെർഫങ്ക്ടറി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തോണേ, കേഴ്സറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തുചാട്ടം, അതാണ് കേഴ്സറി കേട്ടോ. ചാടിക്കയറി ഒരു കാര്യം നമ്മൾ ചെയ്യുവാണ്, എടുത്തുചാട്ടം അതാണ്. ഡിസൾട്ടറി, കേഴ്സറി, ക്വിക്ക്, ബ്രീഫ്, ഹേസ്റ്റി. എടുത്തുചാട്ടമാണ്, പെട്ടെന്ന് വേണമല്ല. ലെറ്റ്സ് ഡു ഇറ്റ്, ലെറ്റ്സ് ഹാവ് എ പെർഫങ്ക്ടറി മീറ്റിംഗ്. എടുത്തിയാടി ഒരു മീറ്റിംഗ് ആണ്. അവിടെ ആലോചിക്കാനും പറയാനൊന്നും നിൽക്കില്ല, പെട്ടെന്ന് ക്വിക്കാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി നെഗറ്റീവ് സെൻസിലും എന്നാൽ ചില സമയങ്ങളിൽ പോസിറ്റീവ് സെൻസിൽ നമുക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് പെർഫങ്ക്ടറി. അതാണ്. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മീനിങ് പെർഫങ്ക്ടറിക്ക് ഉണ്ട്. ഓർത്താൽ മതി. കഴ്സറി, ഡിസൾട്ടറി, ക്വിക്ക്, ബ്രീഫ്, ഹേസ്റ്റി എന്നൊക്കെയാണ് ഈ പറഞ്ഞ പെർഫങ്ക്ടറി എന്ന വാക്കിൻ്റെ അർത്ഥം.
ഓക്കെ, അഡ്ജക്റ്റീവ് ആണ് ഓർത്തോണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അഡ്ജക്റ്റീവ് എന്നുള്ള കാര്യം. പാർട്സ് ഓഫ് സ്പീച്ച് ഒന്നും ഓർത്തിരുത്തോണം എല്ലാവരും. കാര്യം പാർട്സ് ഓഫ് സ്പീച്ച് വെച്ചിട്ടാണ് എക്സാമിന് പലപ്പോഴും നമുക്ക് തെറ്റ്. നൗണിൻ്റെ മീനിങ് ആയിട്ട് നൗണേ വരത്തുള്ളൂ, അഡ്ജക്റ്റീവിൻ്റെ മീനിങ് ആയിട്ട് അഡ്ജക്റ്റീവ് വരത്തുള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും കേട്ടോ. യെസ്, ഡോണ്ട് വേസ്റ്റ് യു ടൈം ബൈ തിങ്കിങ് ഓഫ് ഫോർഗോൺ ഇവൻറ്റ്സ്. ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ് അല്ലേ. സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. ദാറ്റ്സ് റൈറ്റ്, ലെറ്റ്സ് മൂവ്. കണ്ടൻഷ്യസ്. എന്താണ് കണ്ടൻഷ്യസ്? ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ CONTENT, കണ്ടൻറ്റ് ചെയ്യുക. അറിയാം, കണ്ടൻറ്റ്. ടി ആവുമ്പോൾ അത് നൗണാണ്, ഡി ആവുമ്പോൾ അത് വേർബാ. കണ്ടൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക അല്ലേ, ഡിസഗ്രി ചെയ്യുക എന്നാണ് കണ്ടൻറ്റ് ചെയ്യുക എന്നർത്ഥം. അതേ വാക്കിൽ നിന്ന് വന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് കണ്ടൻഷ്യസ്. കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. IOUS വാക്കുകൾ, സെഡീഷ്യസ് അല്ലെങ്കിൽ എന്തും IOUS വാക്കുകൾ, ഒബ്വിയസ്, ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും OUS വാക്കുകൾ. അപ്പം ആ വാക്കുകളെ കോൺഷ്യസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ കണ്ടൻഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, കോൺട്രവേഴ്ഷ്യൽ. അതായത് തമ്മിൽ വഴക്കാണ്, ഇവിടെ വേറെ അഭിപ്രായം അവിടെ വേറെ അഭിപ്രായം, ദാറ്റ് ഈസ് കോൺട്രവേഴ്ഷ്യൽ അല്ലേ. ഡിസ്പ്യൂട്ടബിൾ, ഡിബേറ്റബിൾ അല്ലെ, ആർഗ്യൂബിൾ, അതിനാണ് കണ്ടൻഷ്യസ് എന്ന് പറയാം. ഓക്കെ, വഴക്ക് വരുന്ന അല്ലേ, വഴക്കിന് കാരണമാകുന്ന, വഴക്കാകുന്ന, ദാറ്റ് ഈസ് കണ്ടൻഷ്യസ്. ഓർത്തോണേ, കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന അഡ്ജക്റ്റീവ് തന്നെയാണ്, ചോദിക്കപ്പെടുന്ന അഡ്ജക്റ്റീവ് തന്നെയാണ്. അടുത്ത കോൺസെൻസസ് അല്ല, കോൺഷ്യസും കൺസെൻസസും മാറിപ്പോട്ടെ. കോൺഷ്യൻസ് വേറെ, കോൺഷ്യസ് വേറെ. കോൺഷ്യൻസ് മനസാക്ഷിയാണ് അല്ലേ, കോൺഷ്യൻസ് മറന്നുപോലെ. 1-2 കാര്യങ്ങളുണ്ട്, അതൊന്ന് എഴുതി വെച്ചേക്കാം നമുക്ക് അല്ലേ. കോൺഷ്യൻസ്, മനസാക്ഷി എന്ന് പറയുന്ന കോൺഷ്യൻസ് ഏതാ? കോൺഷ്യൻസ്. കഴിഞ്ഞിട്ട് സയൻസ് വരുന്നത്, ഇതാണ് മനസാക്ഷി, നൗണാണ്. കോൺഷ്യൻസ്. അടുത്ത് കോൺഷ്യസ്. ഇതും കേട്ട് പരിചയമുള്ളതായിരിക്കുമല്ലോ, കോൺഷ്യസ്. ആർ യു കോൺഷ്യസ്, ആർ യു അവെയർ? നിനക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമുണ്ടോ അല്ലേ, ദാറ്റ് ഈസ് കോൺഷ്യസ്. ഉണ്ടോ, ഇല്ല ഓർക്കുണ്ടോ, ദാറ്റ് ഈസ് കോൺഷ്യസ് അല്ലെ, ബോധത്തോടെ ഇരിക്കുക, ദാറ്റ് ഈസ് കോൺഷ്യസ്. സോ കോൺഷ്യസ്, കോൺഷ്യൻസ് ആൻഡ് കൺസെൻസസ്. കൺസെൻസസ് മീൻസ് അഗ്രിമെൻറ്റ്, ഹാർമണി, കോൺകോർഡ് അല്ലെങ്കിൽ അക്കോർഡ്. കൺസെൻറ്റ്, അതിനാണ് നമ്മൾ വിളിക്കുക കൺസെൻസസ് എന്ന് വിളിക്കുക. കൺസെൻസസ് ഓർത്തോണേ. അടുത്ത റിമോഴ്സ്, ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ രാജീവ് ഗാന്ധി അസസിനേഷനോടനുബന്ധിച്ച് നമ്മൾ തടവിലാക്കിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ടു ഡെത്ത് വിധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് റിമോഴ്സ് ഫീൽ ചെയ്തപ്പോൾ അവരെ വെറുതെ വിടാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ നേരത്തെ ഏർലി റിലീസ് ഓഫ് പ്രിസണേഴ്സ് ഡ്യൂ ടു റിമോഴ്സ്. കാര്യം വെച്ചാൽ റിമോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, റിപ്പൻറ്റൻസ് ആണ്, കുറ്റബോധം എന്ന് പറയും നമ്മൾ അല്ലേ. നമുക്ക് റിമോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ കുറ്റബോധം അല്ലേ, കൺട്രീഷൻ അല്ലെങ്കിൽ റിപ്പൻറ്റൻസ്, ഗിൽറ്റ് ഫീലിംഗ് ഇല്ല, നമ്മളൊരു ഗിൽറ്റ് അല്ലെങ്കിൽ ഡീപ്പ് റിഗ്രറ്റ്, ഒരു നഷ്ടബോധം, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോൾ, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടായിരുന്നു തോന്നുന്നതാണ് റിമോഴ്സ്. ഭയങ്കര ഒരു ബോധം, ഭയങ്കര കുറ്റബോധം തോന്നുക, ദാറ്റ് ഈസ് വാട്ട് എന്താ പറയുക, റിമോഴ്സ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണ്ട്, റിമോഴ്സ്, റിപ്പൻറ്റൻസ്, കൺട്രീഷൻ, ഗിൽറ്റ്, ഡീപ്പ് റിഗ്രറ്റ് എന്നൊക്കെ നമുക്ക് പറയാം റിമോഴ്സ് എന്ന വാക്ക്. അടുത്ത സ്ട്രൈഫ്, കേട്ട് പരിചയമുണ്ടായിരിക്കുമല്ലോ. സ്ട്രൈഫ് നൗണാണ്. ഇത്രയുള്ള സാധനം, കോൺഫ്ലിക്റ്റ്, വഴക്ക്, ഫ്രിക്ഷൻ. ദർ ഇസ് എ സ്ട്രൈഫ് ഐ ഗെസ് ദർ ഇസ് എ സ്ട്രൈഫ് ബിറ്റ്വീൻ ദ കപ്പിൾ. അവർ തമ്മിൽ എന്തോ ചെറിയൊരു സ്ട്രൈഫ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഡിസഗ്രിമെൻറ്റ്, ഡിസ്കോർഡ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ, കോൺഫ്ലിക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് സ്ട്രൈഫ്. ആൻഡ് അടുത്ത റിപ്പൾഷൻ, റിപ്പൾസീവ് ആയിട്ടുള്ള, കേട്ടിട്ടുണ്ടായിരിക്കും, റിപ്പൾസീവ് അഡ്ജക്റ്റീവാണ് ഇതിൻ്റെ. റിപ്പൾസീവ് എന്താ, റിപ്പൾസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ഇങ്ങനെ തമ്മിലൊരു ചെറിയൊരു എന്താ പറയുക, മാറി നിൽക്കും. ഇറ്റ്സ് ലൈക്ക് പൊളാരിറ്റി വരുന്നതിനെയാണ് റിപ്പൾസീവ് എന്ന് പറയാം. സോ റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റേസ്റ്റ്, ഒരു താല്പര്യക്കേട്, താല്പര്യമില്ല, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അല്ലേ, യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഡിസ്ലൈക്ക് അല്ലേ, റിപ്പൾഷൻ കുറച്ചുകൂടി കൂടിയനമാണേ, ഡിസ്ലൈക്കിൻ്റെ കുറച്ചുകൂടി കൂടിയനം. ലൈക്ക് ഡിസ്റ്റേസ്റ്റ്, ഡിസ്ഗസ്റ്റ് അല്ലെങ്കിൽ അബറൻസ്, വെറുപ്പ്, ഹേറ്റ്രഡ്, ലോത്തിങ് എന്നൊക്കെ പറയാം. സോ ദാറ്റ്സ് റിപ്പൾഷൻ. ഈ ഇഷ്ടമില്ലായ്മയുടെ കുറച്ച് കൂടിയനം, ദാറ്റ് ഈസ് റിപ്പൾഷൻ. ഓർത്തോണേ, ഒരു താല്പര്യമില്ലായ്മ ഉണ്ടല്ലോ, അതിൻ്റെ കൂടിയനം കേട്ടോ, ദാറ്റ്സ് ഇറ്റ്, റിപ്പൾഷൻ. ഓർത്ത് വെച്ചോണം, ആ വാക്കാണത്. ദ ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഡിസിൻസെൻറ്റിവൈസ് ടു ബൈ ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ദ പെർഫങ്ക്ടറി ആക്ഷൻ റിസൾട്ടഡ് ഇൻ ഫെയിലിയർ. ഓൾറൈറ്റ്, എടുത്തിയാട്ടം. ശോഭിത്തെ കുറേ ആയല്ലോടെ നിന്നെ കണ്ടിട്ട്, after a long time. Can you forget your forgone life? That's great. Past life. The contentious approach of ruling party made chaos in the government. That's great. Keeping aside the foregone tussle, Ukraine and Russia contented to sign an MOU stating a standstill to the contentious approach among the countries. That's great. Can you replenish your forgone life? Adale, can you renew your past life? That's great. That's great. Shamasef, your ആണ്, നീ വിട്ടുപോയതാ തോന്നുന്നു. Huge areas of arid land could be made either for agriculture or industries. Made for agriculture or, okay, that's great. Her perfunctory
action in the conclave made a transgression. That's great. Sober conscious ആണ്. Yeah, synonym ആണ്. He seemed to feel no remorse at all. That's great. There is a strife between the relatives. That's great. He felt remorsed. റിമോഴ്സ്ഡ് അല്ല, റിമോഴ്സ്ഡ് വരില്ല അമ്മു. കാര്യം എന്താ, റിമോഴ്സ് എന്ന് പറയുന്നത് നൗണിന് നമ്മൾ ഇ ഡി കൊടുക്കില്ല. നമ്മൾ എന്തിനാണ് ഇ ഡി കൊടുക്കുന്നത്? വേർബിനാണ് അല്ലേ. ലിവിന് നമ്മൾ ഇ ഡി കൊടുത്തേ ലിവ്ഡ് അല്ലേ. ലൈക്ഡ് കൊടുക്കില്ലേ. കിൽഡ് അതാണ്. പക്ഷേ നമ്മൾ നൗണിന് ഒരിക്കലും കൊടുക്കുമോ? നമ്മൾ നൗണിന് ഏത് നൗണിനാണ് നമ്മൾ ഇ ഡി ഫോമുലേഷൻ കൊടുക്കുക? ഒരു നൗണിനും ഇല്ല. നൗണിനാകെ SES ഇട്ട് കൊടുത്ത് പ്ലൂറലാക്കാം, സിംഗുലർ ആക്കാം. ദാറ്റ്സ് ഓൾ. വേർബിനെയാണ് നമുക്ക് അതും ഇതൊക്കെ ഇടാം. SES ഇട്ട് കൊടുത്ത് സിംഗുലർ ആക്കാം. വേർബിന് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ING ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ V4 ആക്കാം. ING ഫോം ഇട്ട് അതിനെ നമ്മൾ അഡ്ജക്റ്റീവ് ആക്കി മാറ്റാം അല്ലേ. ING ഫോമിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കതിന് ED ഫോമുലേഷൻ അല്ലെങ്കിൽ തേർഡ് ഫോമുലേഷനൊക്കെ ഇട്ട് അതിന് അഡ്ജക്റ്റീവ് ആക്കി മാറ്റാം. പക്ഷേ നൗണിന് ആ പരിപാടി പറ്റത്തില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ. അപ്പം ഹി ഫെൽറ്റ് റിമോഴ്സ് എന്ന് കൊടുത്താൽ മതി. ഫെൽറ്റ് ഓൾറെഡി വേർബിന് ശേഷം ഒബ്ജക്റ്റ് കൊടുത്തോ. ഹി ഫെൽറ്റ് റിമോഴ്സ്, കുറ്റബോധം തോന്നി. ദാറ്റ്സ് ഇറ്റ്. ആഫ്റ്റർ സ്ട്രൈഫ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ. മെനി പീപ്പിൾ എൻജോയ് റീഡിങ് കണ്ടൻഷ്യസ് പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ. ഓഫ് കോഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക്. ദാറ്റ്സ് ഗ്രേറ്റ് സെൻറ്റൻസ് ആവാം മോളെ. യു വിൽ ഫീൽ റിമോഴ്സ്. എടാ ഇവിടെ കൊടുത്തോ. നന്ദീഷിനും അമ്മൂനോട് ഒരു കാര്യം പറയാം. റിമോഴ്സ് നൗണാണേ, വേർബല്ല. വേർബായിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് കൊടുക്കുക. റിഗ്രറ്റ് വേർബാണേ, റിഗ്രറ്റ് വേർബാ. അപ്പോൾ റിഗ്രറ്റ് കൊടുത്തോ. യു ക്യാൻ സേ ലൈക്ക് ദിസ്, ഇങ്ങനെ കൊടുക്കാം. You will regret your deeds later, but then it will be too late. You will regret your deeds later, but then it will be too late. Regret എന്ന verb കൊടുത്തോ, not remorse. Remorse verb അല്ല, noun ആണേ, ഓർത്തോണം. Minister's contentious remarks led to his resignation. That's great. Pravi, good morning. The consensus between the workers resulted in profit of the company. That's great. He is feeling remorse for the foregone strife with his friends. That's great. She underpinned her repulsion towards that statement. That's great. Lakshmi, good morning. She felt very remorse. No, she felt remorse. വെരി ഒരു അഡ്വേർബാണ്. നമ്മൾ അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാൻ അഡ്വേർബ് ഉപയോഗിക്കാൻ, ഒരിക്കലും നൗണിനെ ക്വാളിഫൈ നമ്മൾ എന്ത് ഉപയോഗിക്കത്തില്ല, ഈ പറയുന്നത്. ലൈക്ക് ഇങ്ങനെ കൊടുത്തു, വെരി മച്ച് റിമോഴ്സ്. മച്ച് നമുക്ക് അഡ്ജക്റ്റീവാണ്, മച്ച് ഉപയോഗിക്കുക. വെരി മച്ച് റിമോഴ്സ് കൊടുത്തോ. അപ്പോഴും പ്രശ്നമുണ്ടേ. നോക്കി ശോഭത്തെ. ഹി ഫെൽറ്റ് വെരി റിമോഴ്സ് ഹെർ ആക്ഷൻ. ഷീ ഫെൽറ്റ് വെരി മച്ച് റിമോഴ്സ് അബൌട്ട് ഹെർ ആക്ഷൻസ് ഇൻ ലൈഫ് എന്ന് കൊടുക്കാം. അപ്പോൾ കറക്റ്റാണ്. ഹി ഫെൽറ്റ് റിമോഴ്സ്. ഓക്കെ. ആഫ്റ്റർ മേക്ക് ഹെർ ക്രൈ അല്ല, ആഫ്റ്റർ മേക്കിംഗ് ഹെർ ക്രൈ. കേട്ടോ സേവ. ആഫ്റ്റർ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം ഒരിക്കലും വേർബിൻ്റെ V1 കൊടുക്കല്ലേ, ജെറണ്ട് കൊടുത്തോ. മേക്കിംഗ് ING കൊടുക്കും കേട്ടോ. വെൻ യു ഒമിറ്റ് ദ അൺഇൻറ്റൻഡഡ് ട്രിപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ദെൻ ഹി പ്രിപ്പയർഡ് ഫോർ കോപ്പിംഗ് with the remorse. All right. Feel remorse. Yeah, that's right. അതെ നന്ദീഷ, അത് കറക്റ്റാണ്. ഫീൽ റിമോഴ്സ് കറക്റ്റാണ്. കാരണം ഫീൽ ഇസ് എ verb. വേർബിന് ശേഷം ഒബ്ജക്റ്റ്. ഓഫ് കോഴ്സ് വി ക്യാൻ യൂസ് ഇറ്റ് അല്ലേ. Her remorse about her forgone life marred her peace of mind. That's great. Sentence. The heartfelt remorse is the initial stepping stone to cleanse your heart. അതെ, കുറ്റബോധം അല്ലേ, കറക്റ്റാണ്. തെറ്റ് പറ്റി അത് തിരുത്താനുള്ളൊരു ബോധം വരുമ്പോഴേ നമ്മൾ പകുതി രക്ഷപ്പെട്ടു എന്ന് പറയാം. Farmers are in grief by seeing their arid land. All right, dry land. Yes, that's great. Myriad acres of rigid terrain situated in the northern horizon of Madhya Pradesh is underpinned അല്ലല്ലോ. ഏക്കേഴ്സ് അല്ലേ ഇവിടുത്തെ നൗണ്. അപ്പോൾ underpinned അല്ലേ ഉമ. ഏക്കേഴ്സ് ആണ് ഇവിടുത്തെ നൗണെ, സബ്ജക്റ്റ്. അപ്പോൾ അതനുസരിച്ച് underpinned with patent signed on behalf of the central government's MPC കൊടുക്കണേ. You are not children anymore. Don't strive over small things. That's great. Let's move. അപ്പോൾ റിപ്പൾഷൻ എല്ലാം കിട്ടിയല്ലോ. നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അടുത്തൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, നമ്മൾ കുറേ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇപ്പം 3-4 വർഷത്തിന് ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തോണം. ആൻഡ് നമ്മൾ എക്സാമിനെ പറ്റി, പാറ്റേണൊക്കെ ചേഞ്ചിനെ പറ്റി പറയുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസിനെ പറ്റി. അപ്പോൾ വി നീഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ ഇല്ല, തീരെ ബേസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ബേസ് ഇല്ലാത്ത കുട്ടികൾ, നിങ്ങളുടെ അനിയന്മാർ, അനിയത്തിമാർ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, വി ഹാവ് എ ഗ്രേറ്റ് ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ നമ്മൾ നവംബർ 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2400 രൂപയ്ക്കുള്ളിൽ നമ്മുടെ ഈ കോഴ്സ് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോട് ജോയിൻ ചെയ്യാൻ പറയാം. ഇനിയിപ്പോൾ വേറെ കുറേ എക്സാമിന് പോകുന്നവരാണെങ്കിൽ നിങ്ങളോട് അവരോട് പറയാം, 2 വർഷത്തേക്കുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ കിട്ടും. മഹാപാക്ക് എടുത്താൽ അതാകുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് അക്കോർഡ് ഒരു 4000 നിങ്ങൾക്ക് ഇത് കിട്ടും. എല്ലാ കോഴ്സുകളും വരാമത് 2 വർഷത്തെ കോഴ്സ് 4000 കേട്ടോ. അത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം 2400 കോഡ് അറിയാലോ, 5314. അതുപോലെ VFA BEVCO LD എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങിക്കോളാം. കാര്യം വെച്ചാൽ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിനുള്ളിൽ നമ്മളെന്ത് വരും, റിസൾട്ടിങ് വരും. 2 ആഴ്ച ഏറിപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരാനുള്ള ചാൻസ്, കാരണം എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്.
അപ്പം കാരണം നമ്മളെല്ലാം വിളിച്ച് ചോദിച്ചപ്പോൾ ഓൾറെഡി അവർ സെറ്റാണ്. ഇനി എന്തോ പരിപാടി, എന്തോ പ്രൊസീജിയേഴ്സ് അവർക്ക് അത് പബ്ലിഷ് ചെയ്യാനുള്ള എന്തോ പ്രൊസീജിയേഴ്സ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പഠിത്തം തുടങ്ങാനുള്ള സമയമില്ല. എക്സാം ഇതിനുള്ളിൽ ഒരു 60 ഡേയ്സിനുള്ളിൽ ഇടും. അപ്പോൾ നമുക്കത് കൈക്കൊണ്ട് ഒതുക്കാൻ പറ്റുന്ന സിലബസ് ആയിരിക്കില്ല. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്ത് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ബാക്കി GK ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചു വെച്ചുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഒന്നിനും തുടങ്ങണം, പിന്നെ മാത്തും ഇംഗ്ലീഷും മലയാളവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് November 2 ജോയിൻ ചെയ്യാൻ ഇനി താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. Y314 എന്ന കോഡാണ് യൂസ് ചെയ്ത് നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്യാം. ഇനി അതൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇനി 1-2 കോഴ്സിന് പർച്ചേസ് ചെയ്ത് ഒരു കോഴ്സ് പഠിക്കുന്നുള്ള കുട്ടികളാണെങ്കിൽ, 1-2 പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മഹാപാക്ക് ഇസ് ഗുഡ് ഓപ്ഷൻ കേട്ടോ, മറക്കണ്ട കേട്ടോ. ഇപ്പോഴും ഡബിൾ വാലിറ്റി ഓഫർ ഉണ്ട്. മൂവിങ് ഓൺ, ഇൻകാർസറേഷൻ. ഞാൻ ഈ ഇൻകാർസറേഷൻ എടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കാം, എൻ്റെ ഈശ്വര ഇത് നമ്മുടെ +2 പ്രിലിംസ് ചോദിച്ച വേർഡാണല്ലോ. അപ്പോൾ പല കുട്ടികളും എഴുതാൻ വിട്ടുപോയ വാക്കാണ്. എന്ത് വാക്കാണ് ഇത്, ഇൻകാർസറേഷനോ, എന്താ സാധനം ഇത് എന്ന് ചോദിച്ചു വരാം. ഇൻകാർസറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ സാധനം, ഇംപ്രസൺമെൻറ്റ്. അപ്പോൾ ഇൻകാർസറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംപ്രസൺ ചെയ്യുക, അതായത് തടവിലാക്കുക, ഡിറ്റൻഷനിലാക്കുക അല്ലേ, അതാണ് നമ്മൾ ഇൻകാർസറേറ്റ്, ഇംപ്രസൺ ചെയ്യുക. ഓക്കെ, ഇൻകാർസറേഷൻ, ഇംപ്രിസൺമെൻറ്റ്, ഇൻറ്റേൺമെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിറ്റൻഷൻ, തടവിലാക്കില്ലേ, അതിനെയാണ് നമ്മൾ പറയുക ഇൻകാർസറേഷൻ. ഓർത്തോണെ, ചോദിച്ചിട്ടുണ്ട് +2 പ്രിലിംസിൽ. ഇത്തവണ എക്സാമിന് ചോദിച്ചത്, PSCക്ക് എല്ലാ എക്സാമിന് ചോദിച്ചതും എഡിറ്റോറിയൽ വേർഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ആണ് വേർഡ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അവർക്ക് എളുപ്പമാണ്, ഡെയിലി വരുന്ന എഡിറ്റോറിയലിലെ വേർഡ്സ് ഇട്ട് കൊടുത്താൽ മതി, അവർക്കതല്ലേ എടുക്കാൻ ഏറ്റവും എളുപ്പം. അതുകൊണ്ട് അവരതേ ചെയ്യുള്ളൂ, അത് നിങ്ങൾ ഓർത്തോണം. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോണേ. അടുത്ത കമ്മ്യൂട്ട്, കേട്ട് പരിചയം ഉണ്ടായിരിക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന എടുത്തോട്ട് പോകുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവിനെയാണ് കമ്മ്യൂട്ട്. ട്രാവൽ ഫ്രം യുവർ ഹോം ടു യുവർ വർക്ക് പ്ലേസ്, അതിനാണ് കമ്മ്യൂട്ട് പറയുക. ഡെയിലി കമ്മ്യൂട്ട് എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ കമ്മ്യൂട്ടിന് വേറൊരു അർത്ഥമുണ്ട്. ഇന്ന് നിങ്ങൾ കാണാൻ പോകണം. കമ്മ്യൂട്ട് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ലെസൺ ചെയ്യുക, ലൈറ്റൻ ചെയ്യുക, ഷോർട്ടൺ ചെയ്യുക, കുറയ്ക്കുക, വെട്ടി ചുരുക്കുക, അതാണ് കമ്മ്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണേ, കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസ് അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, mostly he seemed to be calm, but sometimes his perfunctory actions led to contentious what? Contentious എന്ത്? contentious result, contentious activity എന്തെങ്കിലും കൊടുക്കണം. contentious adjective അല്ല, adjective നിർത്താൻ പറ്റില്ല. led to what? noun വേണ്ടേ? അവിടെ noun വേണം കേട്ടോ, അവർ noun ആവശ്യമുണ്ട്, കാരണം adjectiveൽ നിർത്താൻ പറ്റില്ല കേട്ടോ. പാർവതി, abhorrence, ഓഫ് കോഴ്സ് abhorrence എന്ന് പറഞ്ഞാൽ ഹേറ്റഡ് ആണ്. ഐ ഡോണ്ട് ഫീൽ abhorrence towards him, എനിക്ക് അവനോട് ദേഷ്യം, അബോർ ചെയ്യുക, ദാറ്റ് ഇസ് അബോർ എന്ന വാക്കുണ്ട് കേട്ടോ, ABHOR, വേർബാ. അതായത് ഇതിൻ്റെ അർത്ഥം എന്നാ, അബോർ എന്ന് പറഞ്ഞ വേർബാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഹെയ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഹെയ്റ്റ് ചെയ്യുക, അതാണ് അബോർ. അപ്പോൾ abhorrence, ഐ ഡോണ്ട് ഫീൽ abhorrence towards him, എനിക്ക് അവനോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല എന്ന് പറയില്ല, ആ സാധനം അതാണ് കേട്ടോ. ശോഭിത്തെ, സിൻസ് ദാറ്റ് വാസ് എ കണ്ടൻഷ്യസ് ഇഷ്യൂ ഹി വെയിൻഡ് ഫ്രം ദർ. വെയിൻ സ്റ്റോപ്പ് ചെയ്യാന്നല്ലേ വെയിൻ്റെ അർത്ഥം, വെയിൻ സ്റ്റോപ്പ്, സ്റ്റോപ്പ്, ആ വെയിൻ്റെ അർത്ഥം സ്റ്റോപ്പ് ഫ്രം ദർ എന്ന് പറയുമോ? ഒരു സെക്കൻഡേ, വോണ്ടാണോ ഉദ്ദേശിക്കുന്നത്? നോക്കട്ടെ, വെയിനിൻ്റെ അർത്ഥം ഡിസപ്പിയേർഡ്. ഓക്കെ, വെയിൻ കുറയ്ക്കുക, ഡിസ്ക്രീസ് ചെയ്യാം, വെയിൻ, യാ, ഡിസപ്പിയേർഡ്, ഐ വെയിൻ ഫ്രം ദർ. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, യാ, റിമോഴ്സ് ഓഫ് യുവർ ക്ലാസ്സസ് മേക്സ് അസ് ടു മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസസ്. റിമോഴ്സ് ഓഫ് യുവർ ക്ലാസ്സസ് എന്ന് പറയില്ല, നമ്മുടെ ക്ലാസ് കാരണം കുറ്റമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് മോശമാണ് അതിൻ്റെ അർത്ഥം. പ്രവി, ഡോണ്ട് ഡു. അതായത് ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം തെറ്റായി തോന്നി, ഐ ക്യാൻ ഫീൽ റിമോഴ്സ്, അല്ലേ? ഞാൻ ചെയ്ത കാര്യം ഇങ്ങനെ പറയാം, റിമോഴ്സ് ഓഫ് കട്ടിങ് ക്ലാസ്സസ്, അത് കൊടുത്താൽ ഓക്കെ. റിമോഴ്സ് ഓഫ് അൺഅറ്റൻഡിങ് ക്ലാസ്സസ്, ഓർ റിമോഴ്സ് ഓഫ് കട്ടിങ് ക്ലാസ്സസ്, റിമോഴ്സ് ഓഫ് ബങ്കിങ് ക്ലാസ്സസ് makes us to make meaningful sentences എന്ന് കൊടുത്തു, എന്നാൽ കുഴപ്പമില്ല. They were indulged in a strife over such a trivial matter. That's great. ശോഭിത്തെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം ഇത് പറയാം, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കും അല്ലേ? അടുത്ത ഡിഗ്രി പ്രിലിംസ് ഉടനെ ഉണ്ടാവും, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉടനെ ഈ PSC ഇതനുസരിച്ച് കുറച്ച് മാറ്റങ്ങളോടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം മാർച്ചിലൊക്കെ വരാമെന്നൊരു ധ്വനി കേൾക്കണം. അപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, യെസ്, അടുത്ത് നോക്കാം. ശരത്തിനോടും കേട്ടോ. ഇൻഡൽജ് എന്ന് പറഞ്ഞാൽ ഏർപ്പെടുക, ഇൻവോൾവ് ഇൻ സംതിങ്. ഇൻഡൽജ് അമ്മു, ഇൻവോൾവ് കേട്ടോ, ഏർപ്പെടുക, ദാറ്റ്സ് ഇറ്റ്. വി കാൺട്ട് ജസ്റ്റ് ഡിനൈ ദ ബോൾസ്റ്റർ ആൻഡ് അഡ്വക്കസി ക്യാരിഡ് ഔട്ട് ബൈ അഡ 24/7. എടാ, ബോൾസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് അഡ്ജക്റ്റീവ് അല്ല, വേർബാണേ. ബോൾസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കത്തില്ല, നൗണായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ നിനക്ക് കൊടുക്കണം
നൗണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് പക്ഷേ വേറെ, അതാണ് പ്രശ്നം. നൗണായിട്ട് ഉപയോഗിക്കാം, പക്ഷേ നൗണാകുമ്പോൾ ഉപയോഗിക്കുമ്പോൾ വേറെയാണ്. അപ്പോൾ ബോൾസ്റ്ററിങ് ഒന്ന് കൊടുക്കുക. ബോൾസ്റ്റർ എന്ന വേർബ് നീ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടാണെന്ന് എനിക്കറിയാം, സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ടിന് സപ്പോർട്ട് എന്ന് പറയണം മീനിങ് വരണമെങ്കിൽ, നൗൺ മീനിങ് വരണമെങ്കിൽ യു ഹാവ് ടു യൂസ് ഇറ്റ് ബോൾസ്റ്ററിങ് എന്ന് കൊടുക്കണം കേട്ടോ നന്ദീഷ, അത് ശ്രദ്ധിച്ചോണേ. ബോൾസ്റ്ററിങ് എന്ന് കൊടുക്കാം, അപ്പോൾ സെറ്റാവും. ബോൾസ്റ്ററിങ് ആൻഡ് അഡ്വക്കസി ക്യാരിഡ് ഔട്ട് ബൈ കേട്ടോ. The two hostile nations signed a consensus of ceasefire. That's great. Rhetorically, Kerala is democratic state, but the demarer keeps stagnation in the heinous activities committed by his personal who are his which made strives between people and police. His personal eda his adu prashnanallo. I had a repulsion for myself, adu kollalo. Commutation വേറെ വേർഡ് ഇല്ലേ? കമ്മ്യൂട്ടേഷൻ വേറെ വേർഡ് ഉണ്ട്. കമ്മ്യൂട്ട് ചെയ്യുക വേർബ്, കമ്മ്യൂട്ടേഷൻ അതിൻ്റെ ഇതാണ്. നൗൺ വേറെ വേർഡ് ഉണ്ട്. കമ്മ്യൂട്ട് ചെയ്യുകയ്ക്ക് മൂവ്മെൻറ്റ് എന്നൊരു അർത്ഥമുണ്ട്. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി മൂവ്മെൻറ്റിനാണ്, ഡെയിലി മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കിനാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയും കേട്ടോ. പിന്നെ ഡേറ്റ ഇതിൽ നിന്നാണ്ട് നമുക്ക് കമ്മ്യൂട്ടേഷൻ ഉണ്ട്, പക്ഷേ അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാറില്ല. അതാണ് ഓർത്തോണം കേട്ടോ ശോഭത്തെ, വ്യത്യാസം അതാ. യെസ്, ഓക്കെ. ഹി ഇൻസാർസറേറ്റഡ് ബൈ ദ പോലീസ്. സേവ ഉപയോഗിച്ചേക്ക് നോക്കിയേ, ബൈ ദ പോലീസ്, അപ്പം തന്നെ അത് പാസീവാ. അപ്പം അതിന് കൊടുക്കണം ഹി വാസ് ഇൻസാർസറേറ്റഡ് ബൈ ദ പോലീസ് ഫോർ ഹിസ് ഇല്ലീഗൽ വർക്ക്സ് കൊടുക്കില്ല, ഇല്ലീഗൽ വർക്ക് കൊടുക്കണം. മൈ മദർ കമ്മ്യൂട്ടഡ്, വർക്ക് പണി ജോലി, അതിന് വർക്കാണ് കൊടുക്കുക, വർക്ക്സ് കൊടുക്കില്ലേ. ആക്ടിവിറ്റീസ് കൊടുത്തോ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കൊടുത്തു, ദാറ്റ്സ് റൈറ്റ് കേട്ടോ. യാ, മൈ മദർ കമ്മ്യൂട്ടഡ് ദ മന്ത്ലി എക്സ്പെൻസ് റെഡ്യൂസ്, ദാറ്റ്സ് ഗ്രേറ്റ്. പ്രവി മിസ്സിൻ്റെ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനം പറയില്ലേ, അത് തന്നെ. ഹവ എൻ്റെ പൊന്നെ എന്താ ചെയ്യുക അല്ലേ. ഹിസ് ഇൻകാർസറേഷൻ മെയ്ഡ് ദ കമ്മ്യൂണിറ്റി ഇൻ ഫയർ, ദാറ്റ്സ് ഗ്രേറ്റ്. ബോബി വാസ് എൻകംപാസ്ഡ് ബൈ മെനി ത്രെറ്റ്സ് ആഫ്റ്റർ ബീയിങ് ദ ലിഞ്ച്പിൻ ഒറ്റ വാക്കുവിനു സ്റ്റീഫൻസ് ഇൻകാർസറേഷൻ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹി വാസ് അപ്രിഹെൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അറസ്റ്റ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക, സീസ് ചെയ്യുക. അപ്രിഹെൻഷൻ വേറെ അർത്ഥമുണ്ടേ, മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ്, കൊഗ്നിഷൻ എന്നൊക്കെ പറയും അപ്രിഹെൻഷൻ അല്ലേ. അപ്രിഹെൻഡ് എന്ന് പറയുന്നത് വേർബ്, അപ്രിഹെൻഷൻ ആണ് നൗൺ. അപ്പോൾ ഓർത്തോണേ, അപ്രിഹെൻഷൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥം വരും. ഒന്ന് അറസ്റ്റ് ചെയ്യുക അല്ലേ, അറസ്റ്റ് ചെയ്യപ്പെടൽ, ആൻഡ് അല്ലേ ക്യാപ്ചറിങ്, സീഷർ എന്നൊക്കെ നമുക്ക് പറയാം. അതല്ലാതെ വേറെ അർത്ഥം അണ്ടർസ്റ്റാൻഡിങ് എന്നൊരർത്ഥം വരും, മീനിങ് നൗണായിട്ട് വരും അപ്രിഹെൻഷന്. അപ്രിഹെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കൊഗ്നൈസ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ വരും. അപ്പോൾ കോംപ്രിഹെൻഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ വരും. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കോംപ്രിഹെൻഡ് ചെയ്യുക എന്നൊക്കെയാണ് അപ്രിഹെൻഡിൻ്റെ മറ്റൊരർത്ഥം. രണ്ടും ഓർത്ത് വെച്ചോളൂ. അപ്പോൾ രണ്ടർത്ഥവും രണ്ട് രീതിയിൽ ഉപയോഗിക്കും. അയ്യോ മിസ് ഇതിൻ്റെ അർത്ഥം അറസ്റ്റ് ആയിരുന്നില്ല എന്ന് പിന്നെ ഓർക്കരുത്, ഓർത്തത്. ഓക്കെ, റീഡിങ് കോംപ്രിഹെൻഷൻ, റീഡിങ് അപ്രിഹെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതാ. അടുത്തത് പ്രിവെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മൂവീസൊക്കെ കാണുമ്പോൾ കണ്ടിരിക്കും, ലെറ്റ് ദ ഫ്ലാഗ് പ്രിവെയിൽ, ലെറ്റ് ദ റൂൾ ഓഫ് ദ കിങ് പ്രിവെയിൽ, ലെറ്റ് ദ കിങ് പ്രിവെയിൽ എന്നൊക്കെ ഉണ്ടായിരിക്കും. കിങ്ഡം പ്രിവെയിൽ എന്നൊക്കെ ഉണ്ടായിരിക്കും. വിന്ന് അല്ലെങ്കിൽ ട്രയംഫ് ഒരർത്ഥം പ്രിവെയിൽ, വേറൊരർത്ഥം പെർസ്വേഡ് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യുക, കൺവിൻസ് ചെയ്യുക. ഒരാളെ നമ്മൾ ഒന്ന് പുഷ് ചെയ്ത് വിടുകയാണ്, കൺവിൻസ് ചെയ്യുകയാണ് അല്ലേ, അതിനെയാണ് നമ്മൾ പ്രിവെയിൽ ചെയ്യുക എന്ന് പറയാം. പ്രിവെയിലിൻ്റെ അർത്ഥം കേട്ടോ, പെർസ്വേഡ് ഓർ കൺവിൻസ് എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അടുത്ത കൾമിനേഷൻ കേട്ടുണ്ടോ? നമ്മുടെ 10th മെയിൻസിനാണെന്നാണ്, അല്ല 10th പ്രിലിംസിനാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. കൾമിനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൾമിനേഷൻ പോലത്തെ വാക്കുകൾ ഇതിൽ ഏത് വാക്കാണ് വിച്ച് ഇസ് നോട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിരുന്നു. അപ്പോൾ കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഏറ്റവും പീക്ക് പോയിന്റ്, അതിനെയാണ് കൾമിനേഷൻ എന്ന് പറയാം. culmination of he is at the culmination of his success, he is in the culmination of his success, he is in the peak of his success എന്നൊക്കെ പറയും. അല്ലെങ്കിൽ he is in the culmination of his career ഏറ്റവും പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് കേൾക്കാം. സോ കൾമിനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്താൽ മതി, പീക്കിൽ അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റിൽ അല്ലെങ്കിൽ ക്ലൈമാക്സ്, സമ്മിറ്റ്, സെനിത്ത്, പിന്നക്കിൾ, ഇതെല്ലാം സിനോണിംസ് ആണ്. സിനോണിംസ് അല്ലാത്തത് എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ് എക്സാമിന്, അത് PSC ക്ക് ഭയങ്കരമായിട്ട്. ഏതാണ് വിച്ച് ഇസ് നോട്ട് ദ സിനോണിം എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ലൈക്ക് ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണ്, കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ് എന്ന് ചോദിക്കുന്ന പോലെ. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചോണേ എന്താണ് കൾമിനേഷൻ എന്ന വാക്ക്. അപ്പോൾ കൾമിനേഷൻ എന്ന വാക്ക് ഓർക്കുമ്പോൾ അതിൻ്റെ സിനോണിംസ് ഓർത്ത് വെച്ചോണം. അപ്പോൾ അല്ലാത്ത ഏതാണ് നമുക്ക് അപ്പോൾ കണ്ടുപിടിക്കാമല്ലോ, അതൊന്ന് ഓർത്തോണം കേട്ടോ. ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസ് അഗൈൻ. Okay, his incarceration made the community in fire. That's great. Bobby was encompassed by many threats. പറഞ്ഞായിരുന്നല്ലേ, അത് പറഞ്ഞു അല്ലേ? അത് പറഞ്ഞു. He was apprehended for assaulting a lady in his workplace. That's great. He was convicted for 5-year incarceration. Great honor. If you go on assenting the smugglers, soon you will be incarcerated. That's great. Incarceration of his friend made him feel sad. All right, that's great. എന്നാ ചോദിച്ച ലീഡർ, സ്പിയർ ഹെഡിൻ്റെ അനദർ വേർഡ് അതാണ് കൊടുത്തല്ലേ? അല്ലല്ല, അത് ആ വാക്കല്ല, എൻ്റെ ഒരു വിശ്വാസം അതല്ലെന്ന് എനിക്ക് തോന്നുന്നത്.
നോക്കട്ടെ, ഞാൻ നോക്കി പറഞ്ഞുതരാവേ. സമയം നീ അന്ന് ചോദിച്ച ഡിമീനർ അല്ലേടാ, നീ അന്ന് ഡിമീനർ അല്ലേ ചോദിച്ചേ? അപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഡിമീനറിൻ്റെ അതാണ് എനിക്ക് തോന്നുന്നത്. ഡിമീനർ എങ്ങാണ്ടാ നീ ചോദിച്ചത്. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞു ഡിമീനറിൻ്റെ മീനിങ് മാനർ, ആറ്റിറ്റ്യൂഡ് എന്നൊരർത്ഥമാണ്. നമ്മുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഡിമീനർ അതാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഡിമാറർ അല്ല, അത് തെറ്റിപ്പോയതാ വിനു കേട്ടോ. ഓക്കെ, നോർത്ത് വെച്ചോണത് അതല്ല. പിന്നെ നോക്കട്ടെ, ക്യാൻ യു പ്ലീസ് കമ്മ്യൂട്ട് ദ വോളിയം? ദാറ്റ്സ് ഗ്രേറ്റ്. റിട്ടയർ ചെയ്യുമ്പോൾ കമ്മ്യൂട്ടേഷൻ ആഡ് ചെയ്യുന്നത് പറയാറില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ മീനിങ് അതെനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ രജിസ്റ്റർ. നമ്മളൊരു അത് ഈ ഉദ്ദേശിക്കുന്ന വാക്കല്ല കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് ഇറ്റ്സ് റിലേറ്റഡ് ടു സംതിങ്, എന്തോ ഫിനാൻഷ്യൽ സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ജോബിലും ഓരോ വാക്കിനും ഓരോ മീനിങ്ങാണ്. ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരേ വാക്കായിരിക്കില്ല ബാക്കി ലോയേഴ്സ് ഉപയോഗിക്കുക. ദാറ്റ്സ് എ ഡിഫറൻസ്. അതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂവ്മെൻ്റ് എന്നർത്ഥമുണ്ട് കമ്മ്യൂട്ടേഷനെ. അപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്ന വാക്ക് നീ വരുമ്പോൾ ലീഗൽ ടേമിൽ വേറെ എന്തോ അർത്ഥമാണ്. എന്താ പറഞ്ഞാൽ എനിക്കൊന്നു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്തോ തുടർച്ചയോ അങ്ങനെ കണ്ടാണ് പറയുന്നത്. അതെന്തോ അതിൻ്റെ ഒരു ഇതുണ്ട്, ലീഗൽ വാക്കിന് വേറെ എന്തോ വാക്കാണ് കേട്ടോ. അതാണ് വ്യത്യാസം. അതാണ് ശോഭിത് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻവെസ്റ്റിംഗ് ആൻ എമൗണ്ട് ഇൻ SIP വിൽ കൾമിനേറ്റ് ഇൻ ടു എ ലംസം എമൗണ്ട് വിത്തിൻ ഒറ്റ വാക്കാണ് സെൽ എ പീരീഡ് ഓഫ് 20 years. ഗ്രേറ്റ്. മിസ് എന്ന് അറസ്റ്റ് എന്ന മീനിങ് ഉണ്ടോ? നാബിന് ഇല്ല. ജാബാണോ ഉദ്ദേശിച്ചത്? ജാബാണോ? പുഷ് പെർസ്വേഡ് എന്ന അർത്ഥത്തിലാണോ ഉദ്ദേശിച്ചത്? ജാബാണോ ഉദ്ദേശിച്ചത്? നാബിന് അറസ്റ്റ് അല്ല. നാബ് പറയാം. നാബ് ഇൻഫോർമലായിട്ട് ഉപയോഗിക്കാം. നാബിൻ്റെ അർത്ഥം ഇൻഫോർമലാണ്. പക്ഷേ അറസ്റ്റ് എന്ന് പറയുന്നത് ഫോർമൽ വേർഡാണ്. നാബ് അതിന് ഇൻഫോർമലാണ്. നമ്മൾ ഒരാളെ തെറ്റ് ചെയ്യുന്നവനെ പിടിക്കുക, അതിനെയാണ് നാബ് എന്ന് പറയാം. യെസ്, യു ക്യാൻ സേ. ജാബ് അല്ല നാബ്. യെസ്, യു ക്യാൻ സേ ദാറ്റ്. He lost everything in life due to his perfunctory nature. That's great. The continental essence in culmination of Kantara movie excited the viewers in patriotic galvanization. Yes. Vinu, നീ ടെലിഗ്രാമിൽ ഇട്ടാവും, ഞാൻ നോക്കിയിട്ട് പറയാം. His house was apprehended for not closing the home loan. That's great. Okay. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഹിസ് ഹൗസ് വാസ് സീസ്ഡ്. സീസ് ഓർത്തോണെ വീട് ക്യാപ്ചർ ചെയ്തു അല്ലേ, ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ് എന്ന് പറയില്ല. അവിടെ അപ്രിഹെൻഡ് കൊടുക്കരുത്. അവിടെ എന്താ പറയുക, നമ്മൾ കൺഫ്യൂസിങ് വേർഡ്സ് പറയില്ലേ സുമി, അതിൽ വീട് സീസ് ചെയ്തു എന്ന് തന്നെ കൊടുക്കണം. അതാണ് കറക്റ്റ് വേർഡ്. അവിടെ അപ്രിഹെൻഡ് എന്ന് കൊടുക്കരുത്. അപ്രിഹെൻഡിൻ്റെ സിനണിമായിട്ട് വരും സീസ്, പക്ഷേ അവിടെ നമ്മൾ സെൻറ്റൻസ് മേക്കിങ്ങിൽ സീസ് എന്ന വാക്ക് കൊടുക്കരുത്. അതിന് വരെ എന്ത് കൊടുക്കുക, അപ്രിഹെൻഡ് കൊടുക്കുക, സീസ് കൊടുക്കുക. ലൈക്ക് ഹിസ് ഹൗസ് വാസ് സീസ്ഡ് ഫോർ നോട്ട് ക്ലോസിങ് ദി ഹോം ലോൺ കൊടുക്കണേ. അപ്പോൾ അത് കറക്റ്റ് ആവും. ദ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗിവ് അപ്പ് വെൻ ദേ റീച്ച് അറ്റ് എ culmination of the success. അല്ല, most of the people give up when they reached അല്ല, when they reach. സേവ ബിക്കോസ് ഇറ്റ് ഈസ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് സിമ്പിൾ പ്രസൻറ്റിലേക്ക് കൊടുക്കാറുള്ളത്. when they reached അല്ല, when they reach at the culmination of their success. കേട്ടോ. I prevailed my friend to participate in school election. That's great. Persuaded അല്ലേ. അടുത്ത് നോക്കാം, അപ്രൈസൽ. വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്രൈസൽ എന്ന വാക്ക്. അപ്രൈസൽ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. അപ്രൈസൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, എസ്റ്റിമേഷൻ. ദാറ്റ് ഈസ് അപ്രൈസൽ. ഓർത്തോണേ, അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, എസ്റ്റിമേഷൻ. അടുത്തത് അക്വിറ്റ് ചെയ്യുക. അക്വിറ്റ് ചെയ്യുന്ന വാക്കിൻ്റെ അർത്ഥം അബ്സോൾവ് ചെയ്യുക, ഫ്രീ ചെയ്യുക, എക്സോണറേറ്റ് ചെയ്യുക, എക്സ്കൾപ്പേറ്റ് ചെയ്യുക. കഴിഞ്ഞ തവണ ചോദിച്ച വാക്കാണ്, നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച വാക്കാണ് ഈ പറഞ്ഞ എക്സോണറേറ്റ്, എക്സ്കൾപ്പേറ്റ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ചോദിച്ചിട്ട് ഇതിലേതാണ് സിനണിം ആൻറ്റണിം എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ സിനണിമും തന്നു. അപ്പോൾ നൺ ഓഫ് ദീസ് എന്ന് വന്നത്. ഇത്തവണ ചോദ്യങ്ങളെല്ലാം കുറച്ചുകൂടെ ലെവലിൽ ശ്രദ്ധിച്ചു വേണം വയ്ക്കുന്നത് നിങ്ങൾ. അപ്പോൾ അക്വിറ്റ് ചെയ്യുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് കൺവിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ശിക്ഷിക്കപ്പെടുക, കൺവിക്റ്റിൻ്റെ വാക്ക് മീനിങ് ആണ് കൺവിക്റ്റ് ചെയ്യുക. കൺവിക്റ്റ് വേർബാണ്, അതിൻ്റെ മീനിങ് ആണ് സെൻറ്റൻസ് ചെയ്യുക, ജഡ്ജ് ചെയ്യപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. അല്ല, ജഡ്ജ് ചെയ്യുക, സെൻറ്റൻസ് ചെയ്യപ്പെടുക എന്നുള്ളത്. ശിക്ഷയ്ക്ക് വിധിക്കുക, അതാണ്. അപ്പോൾ അക്വിറ്റ് ചെയ്യാതെ ഫ്രീ ആക്കാണ്, ഫ്രീ ഫ്രം ഗിൽറ്റ്, ഫ്രീ ഫ്രം ചാർജ്, അതാണ്. അബ്സോൾവ്, ഫ്രീ, റിലീസ്, എക്സോണറേറ്റ്, എക്സ്കൾപ്പേറ്റ് ഒക്കെയാണ് അക്വിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. കൺവിക്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓർത്തോണേ, അക്വിറ്റൽ നൗൺ ആണ്, ഇതിൻ്റെ നൗൺ ആണ് അക്വിറ്റൽ. ഓർത്തോണേ. അപ്പോൾ കൺവിക്ഷൻ എന്ന് പറയും നൗണിലോട്ട് വരുമ്പോൾ. അക്വിറ്റൽ ഇവിടുത്തെ നൗണ് ആണ്, ഓർത്തോണം. ഇതൊന്ന് ശ്രദ്ധിച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അക്വിറ്റൽ നൗൺ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു രീതി പറഞ്ഞു തരുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബി പ്രിപ്പയർഡ് ഫോർ ദ വേർസ്റ്റ് ആണ് പറയുന്നത്.
അടുത്ത ബിനൈൻ കേട്ടിട്ടുണ്ടായിരിക്കും, ബിനൈൻ ട്യൂമർ എന്ന് കേട്ടിട്ടുണ്ട്, ചെറുത് എന്നുള്ളത് പറയില്ലേ, ചെറുത് എന്നുള്ള അർത്ഥത്തിൽ ബിനൈൻ പറയാം, അല്ലാതെ ബിനൈൻ പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ പ്രശ്നമൊന്നുമല്ല എല്ലാവർക്കും പറയാം അല്ലേ. മലിഗ്നൻ്റ് അതിൻ്റെ കൂടിയനാണ്. സോ ബിനൈൻ എന്ന് പറയുന്നതിന് വേറെ അർത്ഥം ഇതാണ്, ജെൻറ്റിൽ, കൈൻഡ്, ഫ്രണ്ട്ലി, വോം, ജീനിയൽ എന്നൊക്കെ നമുക്ക് പറയാം. വളരെ ബിനൈൻ ആറ്റിറ്റ്യൂഡാണ് അവൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ ജെൻറ്റിലായിട്ടുള്ള വളരെ കൈൻഡ് ആറ്റിറ്റ്യൂഡാണ്, ഓർ ഫ്രണ്ട്ലി, നമുക്ക് അങ്ങോട്ട് ചേർന്ന് സംസാരിക്കാൻ തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ബിനൈൻ. അടുത്ത സക്കർ. സക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം നൗൺ ആൻഡ് വേർബ് ഉണ്ട്, മീനിങ് ഇത്രേ ഉള്ളൂ, ഹെൽപ്പ്, അസിസ്റ്റൻസ്. അപ്പോൾ എയ്ഡ് വേർബായിട്ട് ഉപയോഗിക്കാം, നൗൺ ആയിട്ട് ഉപയോഗിക്കാം, സെയിം മീനിങ് ഉള്ള സാധനമാണ് സക്കർ, ഓർത്തോണം കേട്ടോ. സോ ലെറ്റ്സ് മൂവ്. സമയം ഇപ്പം ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് വേഗം പോകാം അല്ലേ. The government should take adequate measures to commute violence, that's great, reduce. At the culmination of KGF 2, the director prevailed to apprehend the people's emotion, that's great. Understand ആണോ? ആയിരിക്കും അല്ലേ. In compliance with the Environmental Protection Act, a 5-member committee was set forth in bolstering yardsticks to implement myriad afforestation. Okay, that's great. Apprehension and incarceration can commute the number of crimes. All right. Kerala Blasters prevailed over FC Goa in the recent ISL match. Okay. He was acquitted from the case due to insufficient evidence. That's great. He is in the culmination of happiness when his son was acquitted from detention. That is great, people. Let's move. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പേര് ലൈവിലുണ്ട്. അപ്പോൾ ലൈവിലുള്ളവർ എന്താ ചെയ്യേണ്ടത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക ആദ്യം തന്നെ. ആൻഡ് നമുക്ക് മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ടോ എല്ലാവരും. നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. സോ ഞാൻ പറഞ്ഞില്ല, ആർട്ടിക്കിൾ എന്ന് വളരെ കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ഏത് ആർട്ടിക്കിൾ എടുക്കണം ഓർത്തിരിക്കുമായിരുന്നു. ലെറ്റ്സ് റീഡ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. എ സെൻസ് ഓഫ് എൻ എൻഡിങ്, ഒരു എൻഡിങ്ങിൻ്റെ സെൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എ സെൻസ് ഓഫ് എൻ എൻഡിങ്, എന്തോ നിർത്തുവാണ്, എൻഡ് ചെയ്യുകയാണ്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം എന്താണല്ലേ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ അസസിനേഷന് പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. ഓക്കെ, നോക്കാം, അടുത്ത് നോക്കാം. He is in the culmination of happiness when his son was acquitted from detention. That's great. പറഞ്ഞല്ലേ, chairman's appraisal was unnecessary for the sanction of the project. അനിത ഇപ്പോൾ അത് റിമൂവ് ചെയ്തു. അക്കാഡമിയുടെ ചാനലായിരുന്നു, അവരിപ്പോൾ അത് റിമൂവ് ചെയ്തു. ഇറ്റ്സ് ഓൺറസ് ടു കോപ്പ് വിത്ത് ബിനൈൻ അപ്രോച്ച് ടുവേർഡ്സ് ഹെയ്നസ് പീപ്പിൾ. മൂവിങ് ഓൺ. അപ്പോൾ നമുക്ക് പോവാം, അടുത്തോട്ട് പോവാം. അപ്പോൾ ആർട്ടിക്കിളിലോട്ട് പോകട്ടോ. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. Remorse on the part of the convicts should be a prior requirement for premature release. Premature ആയിട്ട് റിലീസ് ചെയ്യണം, നേരത്തെ പ്രിമച്ചുവർ ബേബിയൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ പ്രിമച്ചുവർ റിലീസ്, നേരത്തെ റിലീസിന് റിക്വയർമെൻ്റ് ആയിട്ട് ഒരു പ്രയർ റിക്വയർമെൻറ്റ്, ആദ്യത്തെ റിക്വയർമെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ? റിമോഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ കോൺവിക്ട്സ് ആണ്. കൺവിക്റ്റ് ചെയ്യപ്പെട്ടവർ അല്ലെ, ശിക്ഷിക്കപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് റിമോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അവരെ നേരത്തെ വിടുന്ന കാര്യം തീരുമാനിക്കാം. അങ്ങനെ ഒരു കേസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതല്ലേ, നോക്കാം. The release of 6 remaining convicts in the Rajiv Gandhi assassination case marks the end of a tragic episode that began with India's disastrous involvement in Sri Lanka's internal strife in the 1980s. The assassination in May 1991, ordered by the LTTE leadership and carried out by a suicidal bomber, caused revulsion. However, over time, the prolonged incarceration of the detention of these 7 persons ultimately found guilty evoked some public sympathy. Political parties in Tamil Nadu campaigned for the release of the 4. പറഞ്ഞു വരുന്നതാണ്, രാജീവ് ഗാന്ധിയുടെ അസസിനേഷനോട് ഭാഗമായിട്ട് കൾപ്രിറ്റ്സ് ഇപ്പോൾ ഇവിടെ കടന്നുകൊണ്ടിരുന്ന അല്ലേ, ജയിലിൽ കടന്നുകൊണ്ടിരുന്ന കൾപ്രിറ്റ്സിനെ, റിമൈനിങ് 6 കൾപ്രിറ്റ്സിനെ, കൺവിക്റ്റുകളെ എന്ത് ചെയ്യാണ്, അവരുടെ ഇത് നിൽക്കാൻ പോവാണ്, അവരുടെ ആ ഒരു എപ്പിസോഡ് ട്രാജിക് എൻഡ് നിൽക്കാൻ പോവാണ്. കാര്യം ഇന്ത്യയുടെ ഒരു വളരെ ഡിസാസ്റ്റർസ് ആയ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ശ്രീലങ്ക സ്ട്രൈഫ് ആയിട്ടായിരുന്നു 1980s സംഭവിച്ചൊരു കാര്യമാണിത്. രാജീവ് ഗാന്ധി അസസിനേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അങ്ങനെ അതായത് ആ ഒരു സമയത്തുണ്ടായിരുന്നു ഡിസാസ്റ്റർ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അസസിനേഷൻ നടന്നത് May 1991 അപ്പോൾ അതിൽ LTT ലീഡർഷിപ്പാണ്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക, ബാക്കിലോട്ട് പോവുക. അങ്ങനെ ഒരു റിവൾഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും, വല്ലാത്തൊരു ദേഷ്യം എല്ലാവരിലും, അങ്ങനെ ഒരു വെറുപ്പ് ആൻഡ് വിദ്വേഷം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഓവർ ദ ടൈം ഈ പറയുന്ന പ്രൊലോങ് ഒരുപാട് നാളത്തെ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്ന ഈ 7 ആൾക്കാരുടെ ഇംപ്രിസൺമെൻറ്റ് അവസാനം അവർ ഗിൽറ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തപ്പോൾ, അതായത് ഈ കൺവിക്സിന് ഫീൽ ചെയ്തപ്പോൾ അങ്ങനെ പബ്ലിക് സിമ്പതി ഇവോക്ക് ചെയ്യപ്പെടുന്നു. അങ്ങനെ പബ്ലിക് സിമ്പതി വന്നിട്ട് തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് തീരുമാനിക്കുവാണ് ഇവരെ അങ്ങ് റിലീസ് ചെയ്തേക്കാം, ഈ 4 പേരെ അങ്ങ് റിലീസ് ചെയ്തേക്കാം ഫോർ ദ 4 കോൺവിക്ട്സ് ഓൺ ഡെത്ത് റോ. 4 പേര് മരണ ശിക്ഷയാണ് കൊടുത്തുകൊണ്ടത് അവർക്ക്. ആൻഡ് 3 serving ലൈഫ് ടേംസ്, 14 വർഷത്തെ തടവ് ഉള്ളവരും 3 പേരുണ്ട്. ബാക്കി 4 പേർക്ക് മരണശിക്ഷയായിരുന്നു. അപ്പോൾ അവരതിൽ നിന്ന് മാറ്റാമെന്ന് തമിഴ്നാട് സർക്കാർ അങ്ങ് തീരുമാനിക്കുവാണ്. ദ സുപ്രീം കോർട്ട് കമ്മ്യൂട്ട് ചെയ്തു. സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു ദ ഡെത്ത് സെൻറ്റൻസസ് ടു ലൈഫ് ഇൻ 2014. 2014 അത് കുറച്ചിരുന്നു. ഈ ഡെത്ത് സെൻറ്റൻസ് മാറ്റി നമുക്ക് എന്താക്കാമായിരുന്നു, അതിനെ പിടിച്ചിട്ട് ഡെത്ത് സെൻറ്റൻസിന് മാറ്റി ലൈഫ് ഇംപ്രിസൺമെൻറ്റിലോട്ടാക്കിയായിരുന്നു, അതൊന്ന് കുറച്ച് കൊടുത്തായിരുന്നു. അത് നടന്നാണ്. ഇപ്പോൾ ഇവർ പറയുന്നവരെ അങ്ങ് റിലീസ് ചെയ്തേക്കാം, സെർവിങ് ടേംസ് അങ്ങ് റിലീസ് ചെയ്തേക്കാം എന്നുള്ള ഇതിലാണ്. A resolution adopted by Tamil Nadu cabinet in 2018 for releasing them under Article 161 of the Constitution was not acted upon by then government for a long time.
അപ്പം ഭരിച്ചുകൊണ്ടിരുന്ന ഗവർണർ 2018 ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഗവർണർ എന്ത് ചെയ്തില്ല, ഈ പറയുന്ന അവരെ റിലീസ് ചെയ്യാനുള്ള ഓക്കെ 2018 ഇങ്ങനെ തമിഴ്നാട് ക്യാബിനറ്റ് തീരുമാനിച്ചു ഇവരെ അങ്ങ് റിലീസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ആർട്ടിക്കിൾ 161 ഭാഗമായിട്ട് അവരെ റിലീസ് ചെയ്തേക്കാം എന്നൊരു തീരുമാനം പറഞ്ഞപ്പോൾ അന്നത്തെ ഗവർണർ അതിനോട് മുഖവരയ്ക്ക് എടുത്തില്ല. അത് ഹി ഡിഡ്ന്റ് ഫോളോ ദാറ്റ്, ഹി ഡിഡ്ന്റ് ആക്ട് അപ്പോൺ ഇറ്റ്, അല്ലേ, അത് കംപ്ലൈ ചെയ്തില്ല, അതിനോട് ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് നടന്നില്ല ഫോർ എ ലോങ് ടൈം. അൾട്ടിമേറ്റ്ലി പക്ഷേ അവൻ്റെ അനന്തരഫലമായിട്ട് ഹി ഫോർവേഡഡ് ഇറ്റ് ടു ദ സെൻറ്റർ ഫോർ ഇറ്റ്സ് ഒപ്പീനിയൻ. എന്ത് ചെയ്തു, സെൻറ്റർ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഗവർണർ എന്ത് ചെയ്തു, സെൻറ്ററിലോട്ട് കൊടുത്തു. സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ, സെൻട്രൽ ക്യാബിനറ്റ് തീരുമാനിക്കട്ടെ. The court earlier this year found no constitutional basis for governor's action and invoked its extraordinary powers to order the release of AG Peredivalan. അപ്പോൾ കോർട്ട് ഇപ്പം സുപ്രീം കോടതി തീരുമാനിച്ചു, എന്തിനാ ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഇല്ലല്ലോ, ഗവർണറുടെ ആക്ഷന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഇല്ലല്ലോ, എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട അങ്ങനെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യാം, AG പേരഡിവാളനെ നമുക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാമെന്ന് സുപ്രീം കോടതി തീരുമാനിക്കുക, ഓർഡർ കൊടുക്കുക ചെയ്യുന്നു. ദ സെയിം ബെനിഫിറ്റ് ഹാസ് നൗ ബീൻ എക്സ്റ്റെൻഡ് ടു അതേഴ്സ്. അതേ സാധനം ആർക്ക് കൊടുത്തു, മറ്റ് AG പേരഡിവാളനെ വെറുതെ വിട്ടെങ്കിൽ മറ്റുള്ളവർക്കും അങ്ങനെ കൊടുക്കാം. വിത്ത് ദെയർ റിലീസസ് നോ ഒക്കേഷൻ ടു സെലിബ്രേറ്റ് കോൺട്രറി ടുവേർഡ് ദ സെഷൻസ് ഓഫ് ദ മീഡിയ ആൻഡ് ദി ഡാഷ്. പക്ഷേ ഈ പറഞ്ഞ വഴിക്ക് ഇവരെ റിലീസ് ചെയ്യുന്ന വലിയ സെലിബ്രേറ്ററി ആയിട്ടൊന്നും നടക്കണ്ട, സെലിബ്രേഷൻ ആയിട്ടൊന്നും നടത്തേണ്ട കാര്യമില്ല മീഡിയ ഒന്നും. ആൻഡ് ദ പൊളിറ്റിക്കൽ ക്ലാസ്സസ് സീം ടു ബിലീവ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാമെൻറ്റേഷൻ ആയത്. അപ്പോൾ ചില പൊളിറ്റിക്കൽ ക്ലാസ്സുകാർ ചിന്തിക്കുന്നത് ശരിക്കും അത് വിലപിക്കേണ്ട കാര്യമാണ് ഇവരെ നേരത്തെ വിടുന്നത് എന്ന രീതിയിലാണ് ചില പൊളിറ്റിക്കൽ ക്ലാസ് കാണുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇതിനെ ഒരു സെലിബ്രേറ്ററി ഫംഗ്ഷനായി അല്ലെങ്കിൽ എന്താ പറയുക ഹാപ്പിനെസ്സിൻ്റെ മൊമെൻ്റ് ആയിട്ട് വിടേണ്ട, അതിൻ്റെ കാര്യമൊന്നുമില്ല. റിപ്പനൻസ് ഫീൽ ചെയ്തു, അവർ തിരുത്തപ്പെട്ടു, അപ്പോൾ അവരെ വെറുതെ വിടുന്നു, അത്ര ഇത് കണ്ടാൽ മതി, ജസ്റ്റിസ് സെർവ്ഡ് എന്ന രീതിയിൽ കൊടുത്താൽ മതി. ദ പ്ലോട്ട്സ് masterminds are dead and only mid-level operatives and some local collaborators were apprehended. ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർമൈൻഡ്സ് ഒക്കെ മരിച്ചു, ഇപ്പോൾ അവരാരും ഇല്ല. ഇപ്പോൾ ഇവിടെ ഉള്ളതാരാ, മിഡ് ലെവൽ ഓപ്പറേറ്റേഴ്സ്, നടുക്കക്ഷികളുണ്ടാവില്ല, മീഡിയേറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് പേരുണ്ടാവില്ല, അവർ, പിന്നെ ലോക്കൽ കൊളാബറേറ്റേഴ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടവരായിട്ട് ഇപ്പോൾ ഉള്ളൂ, അവർ നിലവിലുള്ളവരുള്ളൂ. A sense that 31 years of imprisonment is punishment enough does indeed prevail. ശരിക്കും പറഞ്ഞാൽ 31 വർഷം എന്ന് പറയുന്ന ഒരാളുടെ ലൈഫിൽ 31 വർഷം ജയിലിലാണ് കിടക്കുക എന്ന് പറയുമ്പം ഇറ്റ്സ് എ സെൻസ്, ആ ഒരു പണിഷ്മെൻറ്റ് ഇനഫാണ്, ആവശ്യത്തിനുണ്ട് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ദാറ്റ് ഈസ് കൺവിൻസിബിൾ ആണ്, അല്ലേ, അത് കൺവിൻസിബിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. 31 വർഷം ഇസ് ടു ലോങ്, അല്ലേ, ആണ്. ലെറ്റ്സ് മൂവ്. അടുത്ത അതിൻ്റെ വേറെ ഒരു വശത്തിലോട്ട് നമുക്ക് വരാം. ദ റിലീസ് ഇൻ ദ കൾമിനേഷൻ ഇസ് ഓഫ് ഡ്യൂ പ്രോസസ് എ വൈബ്രന്റ് ലീഗൽ സിസ്റ്റം ദാറ്റ് ഇസ് നോട്ട് വിതൗട്ട് ഇറ്റ്സ് ഫ്ലോസ്. A chilling trial court verdict that sentenced all 26 available accused to death in 1998 did not impress the Supreme Court. Based on a calmer appraisal of evidence, its 1999 judgment acquitted 19 of them of conspiracy charges, resulting in the release of the remaining 7 forward. നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ആദ്യത്തെ ഇവരുടെ റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലൈമാക്സിലാണ്, ഡ്യൂ പ്രോസസിൻ്റെ ഒരു ക്ലൈമാക്സിൽ നമുക്ക് ലീഗൽ സിസ്റ്റത്തിൻ്റെ ഒരു വൈബ്രൻ്റ് ഇതായിട്ട് പറയാം. പക്ഷേ അതിൽ ഫ്ലോസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് ചാടിക്കയറി പറയാൻ പറ്റില്ല. കാര്യം ലീഗൽ സിസ്റ്റം കറക്റ്റായിട്ട് അത് ചെയ്തു, ഒരു ഫ്ലോസും ഇല്ലാതെ നല്ലതായി ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഒരു കോർട്ട് വെർഡിക്റ്റ് വളരെ ചില്ലിംഗ് ആയിട്ടുള്ള, വളരെ തണുപ്പേറിയ ഒരു രീതിയിലാണ്, തണുപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മനസ്സിലായോ, ഒരു ഫിയേഴ്സിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് വന്നിരുന്നത്. 26 പേര് അവൈലബിൾ അക്യൂസ്, 26 പേരിൽ ഡെത്തിൻ്റെ സമയത്ത് ഡെത്ത് അക്യൂസ് ചെയ്യില്ലേ, അതിനുള്ളവരിൽ 1998 രാജീവ് ഗാന്ധിൻ്റെ ഡെത്തിന് അക്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ 26 പേരെ സുപ്രീം കോർട്ട് എന്ത് ചെയ്തായിരുന്നു, സെൻറ്റൻസ് ചെയ്തായിരുന്നു. അത് സുപ്രീം കോടതി നമ്മൾ ഇംപ്രസീവ് ആയിട്ടൊരു ആക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ചുകൂടെ അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് 1999 ജഡ്ജ്മെൻറ്റിൽ 19 പേരെ അക്വിറ്റ് ചെയ്തു, ശിക്ഷിച്ചു, അല്ല വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ട് ചാർജസിൽ നിന്ന് വെറുതെ വിടുന്നു, അങ്ങനെ അവർ റിലീസ് ചെയ്യപ്പെടുന്നു. അതിൽ റിമൈനിങ് ആയിട്ടുള്ള 7, ഈ റിമൈനിങ് ആയിട്ടുള്ള 7 പേരിൽ 4 were sentenced to death. 4 പേരെ എന്താണ് ഡെത്ത് സെൻറ്റൻസ് കൊടുത്തു, 3 പേർക്ക് ലൈഫ് ഇംപ്രസൺമെൻറ്റ് കൊടുത്തു. അങ്ങനെയായിരുന്നു സംഭവം നടന്നിപ്പോൾ നിൽക്കുന്നത്. നളിനി റിക്രൂട്ടഡ് into the plot as a local chaperone to the potential suicide bombers got the benefit of commutation in 2000 itself. നളിനിക്ക് എന്ത് കിട്ടു, നളിനിയെ സംബന്ധിച്ചിടത്തോളം 2000 തന്നെ അവർക്ക് എന്ത് കിട്ടി, അവരെ ഒരു ഷാപ്പറോൺ ആയിരുന്നു, അവർ അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അതിൻ്റെ കൂടെ എന്താ പറയുക കൂടെ ഉണ്ടായിരുന്ന ഇൻവോൾവ്ഡ് ആയ ആളാണ്. അപ്പോൾ അവർ പൊട്ടൻഷ്യൽ സൂസൈഡൽ ബോംബറാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അവർക്ക് 2000 തന്നെ അക്വിറ്റൻസ് കിട്ടിയായിരുന്നു, വെറുതെ വിട്ടായിരുന്നു.
സോ ടു ഡിഡ് രവിചന്ദ്രൻ, അതുപോലെ തന്നെയാണ് രവിചന്ദ്രനെയും വെറുതെ വിട്ടായിരുന്നു. ഹൂ ഹാഡ് ഹോപ്പ് ടു ലീഡ് ആൻ ആം സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ഇൻ തമിഴ്നാട് വിത്ത് LTTE's ഹെൽപ്പ്. അങ്ങനെ ഇങ്ങനെ പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഇയാൾ തമിഴ്നാടിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ലീഡറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയും വെറുതെ വിട്ടായിരുന്നു. ദ പ്രിസൺ സിസ്റ്റം ടു പ്രൂവ്ഡ് ഇറ്റ്സ് ബിനൈൻ സൈഡ്, വളരെ ജെന്റിൽ സൈഡ് പ്രിസൺ സിസ്റ്റം തന്നെ അവരുടെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദം അക്വയർഡ് ന്യൂ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വൈൽ വൺ ഈവൻ കുഡ് ഇൻഡൾജ് ഇൻ ലിറ്ററി പെർസ്യൂട്ട്സ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്യപ്പെട്ടു, അവർ കൂടുതൽ ലിറ്ററി പെർസ്യൂട്ട്സിൽ ഇൻവോൾവ് ആയി. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ലീഗൽ സിസ്റ്റം ഭയങ്കര, പ്രിസൺ സിസ്റ്റം കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അവിടെ കൊണ്ട്. ദെയർ ഫ്രീഡം ഹാസ് കം അബൌട്ട് ത്രൂ ലീഗൽ പ്രോസസ് ആൻഡ് ലെജിറ്റിമേറ്റ് അഡ്വക്കസി. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ചെയ്ത് വളരെ ലീഗൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടും ലെജിറ്റിമേറ്റ് ആയിട്ട് അഡ്വക്കസി യൂസ് ചെയ്തിട്ടുമാണ്. അതേ സമയത്ത് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് ബി ഫർഗെറ്റൻ ദാറ്റ് ദ വിക്ടിംസ് ഫാമിലീസ് ഹവ് സഫേർഡ് എ ലോട്ട്. നമ്മളെപ്പോഴും ഇവരെയൊക്കെ പുറത്ത് വിടുമ്പോൾ നമ്മൾ വലിയൊരു സെലിബ്രേറ്ററി ആക്കരുതെന്ന് പറയാനുള്ള കാരണം ഇതാ, വിക്ടിംസ് സഫർ ചെയ്ത വിക്ടിംസിൻ്റെ ഫാമിലിയെ നമ്മൾ ചിന്തിക്കണമല്ലോ. വിത്ത് ഫ്യൂ ഓഫറിങ് ദം സക്കർ സിമ്പതി ഓവർ ദി ഇയേഴ്സ്. കുറച്ച് പേര് മാത്രമേ അവരെ ഹെൽപ്പ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് കൊടുത്തുള്ളൂ, ബാക്കി അവരെ സംബന്ധിച്ച് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ്. ദ ട്രാജിക് എപ്പിസോഡ് ഷുഡ് ഒക്കേഷൻ a fresh evaluation of the remission system. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനെ ഒരു പടി ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമായിട്ട് എടുക്കുക. ബിക്കോസ് നമ്മുടെ റെമിഷൻ സിസ്റ്റത്തിന്, നമ്മുടെ റിഡ്രസ് സിസ്റ്റത്തിന് കുറച്ചുകൂടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനൊരു ഇവാലുവേഷൻ ആയിട്ട് ഇതിനെ കാണണം. ആൻഡ് നോംസ് ഫോർ പ്രിമച്ചുർ റിലീസ് ഓഫ് ലൈഫ് കോൺവിക്സ്. അപ്പോൾ നേരത്തെ റിലീസ് ചെയ്യാനുള്ള നോംസ് എന്തൊക്കെ കാറ്റഗറി, എന്തൊരു ഇത് വെച്ചിട്ടാണ് കാറ്റഗറി, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഈസ് ടു ബി ടേക്കൺ നോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് നോംസും കൂടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ഇവാലുവേഷൻ പ്രോസസ് ആയിട്ട് ഇതിനെ എടുക്കണമെന്നാണ് ഇവിടുത്തെ ഒരു വിധി നമ്മളെ കാണിച്ചു തരുന്നത്. ഗോയിങ് ബൈ ദ ഗ്ലെയറിംഗ് ഒമിഷൻ ഇൻ ദ പെർട്ടിക്കുലർ കേസ്, സം ഇൻഡിക്കേഷൻ ഓഫ് റിമോഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ കോൺവിക്ട് ഷുഡ് ബി പ്രയർ റിക്വയർമെന്റ്. കുറച്ചൊരു ഇതായിട്ട് നമുക്ക് വേണേൽ എടുക്കാം. ഇൻഡിക്കേഷൻ ഓഫ് റിമോഴ്സിനെ നമുക്ക് എന്താക്കി എടുക്കാം, ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് ആദ്യത്തെ ഒരു ഫോമർ റിക്വയർമെൻ്റ് ആയിട്ട് എടുക്കാം. അതായത് കംപ്ലീറ്റ്ലി റിമോഴ്സ് ആയപ്പോൾ അവരെ വെറുതെ വിടുക എന്നുള്ള രീതിയിലും എടുക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് അനലൈസ് ചെയ്തിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ല, ഇറ്റ്സ് പ്യോർലി ഓപ്പൺ ടു ക്രിറ്റിസിസമാണ്. ബട്ട് രണ്ട് വശവും നമ്മുടെ ഓതർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ഓക്കെ, അപ്പോൾ എന്തായാലും മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. സമയം ഇപ്പോൾ ഓൾറെഡി വൈകി, അപ്പോൾ ഇനി ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്ന സമയം പോകും. അപ്പോൾ നമുക്ക് വേഗം ആർട്ടിക്കിളിലോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട് പോകാം. ആർട്ടിക്കിൾ മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇടണേ. ഐ സ്പോക്ക് ടു ദ വിഡോസ് ആൻഡ് സോട്ട് ടു ബ്രിങ് ദം സം കംഫർട്ട് ആൻഡ് സക്കർ ഇൻ ദെയർ hour of need. That's great, ശരത്തെ. He felt no remorse for the murders he had committed. Great sentences, കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. However, while paper publication is not mandated in most countries, it is certainly considered essential for any top researcher, with many these consisting in their entirety of published papers. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ശ്രദ്ധിച്ചറിയാം, കുറേ പേര് ആൻസർ തന്നു, കുറച്ച് പേര് ആൻസർ തന്നിട്ടില്ല. അപ്പോൾ ആൻസർ തരിക, ബിക്കോസ് ഇറ്റ്സ് ഫോർ യു പീപ്പിൾ, ഇറ്റ്സ് ഫോർ യു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. However, എന്നിരുന്നാലും while paper publication is not mandated, പേപ്പർ പബ്ലിക്കേഷൻ നമ്മൾ അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല പല കൺട്രീസിലും. അത് വേണ്ട, നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് അപ്രൂവ്ഡ്, അപ്രൂവൽ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് സർട്ടൺ കൺസിഡേർഡ്. ഇവിടെ ഇറ്റ് ഈസ് കൺസിഡേർഡ് എന്ന് പറയുന്ന വേർബാണ്, കൺസിഡേർഡ് വേർബാണ്. കൺസിഡേർഡ് എസെൻഷ്യൽ എന്ന് പറയുന്ന വേർബാണ്. അപ്പോൾ വേർബിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, അഡ്ജക്റ്റീവ്, സർട്ടൺ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് കൊടുക്കണം, അഡ്വേർബ് കൊടുക്കണം. വേർബിനെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അഡ്വേർബ് കൊടുക്കുക. സോ ഇറ്റ് ഈസ് സർട്ടൻലി കൺസിഡേർഡ് എന്ന അഡ്വേർബ് കൊടുത്താൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. അതാണ് നമ്മുടെ ഇവിടുത്തെ എറർ കേട്ടോ. ഇറ്റ് ഈസ് സർട്ടൻലി കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ എനി ടോപ്പ് റിസർച്ചർ വിത്ത് മെനി ഓഫ് ദീസ് കൺസിസ്റ്റിംഗ് ഇൻ ദർ എൻറ്റയറിറ്റി ഓഫ് പബ്ലിഷ്ഡ് പേപ്പേഴ്സ്. യെസ് പീപ്പിൾ, യെസ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. ടേക്ക് എ നോട്ട് ഓഫ് ദ ക്വസ്റ്റൻ, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. എ ചില്ലിംഗ് ട്രയൽ കോർട്ട് വേർഡിക്റ്റ് that sentence all 26 available accused to death in 1998 did not impress the Supreme Court. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ക്വസ്റ്റൻ, വളരെ സിമ്പിൾ. എററൊക്കെ വളരെ ജഡപടിയിൽ നിന്ന് കിട്ടുന്ന ആൻസറാണ്. അപ്പോൾ ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. KPSC ഷോർട്ട് സെലക്ഷൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആൻഡ് അഡാ 24/7 കേരള സെൻട്രൽ എക്സാംസ്, രണ്ട് ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് രാവിലെ 11 മണിക്ക് ഞാൻ PSCയുടെ 2022 ചോദിച്ച ട്രെൻഡ് മാറി ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് എല്ലാം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി ക്വസ്റ്റൻസ് ഇത് ഡിസ്കസ് ചെയ്തു വയ്യെ നമുക്ക് ഓരോന്നായിട്ട് PSCയുടെ ട്രെൻഡ് മാറുന്നത് മൊത്തം ഡിസ്കസ് ചെയ്ത് ഒന്നിട്ട് റെഡി ആയിപ്പോൾ 11 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ ബി ദർ 11 മണിക്ക് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കോമെൻറ്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, ആൻസർ എഴുതണം, സജഷൻസ് പങ്കുവെക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് Ada 24/7 മലയാളം ചാനൽ ആൻഡ് ഐ ആം റിന്റു സെബാസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.